വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ആ മുഖങ്ങളിലധികം നീട്ടാതെ നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. എങ്കിലും ഞാൻ എപ്പോഴും ആളുകളെ ഓർപ്പിച്ചുണർത്താറുണ്ട്, നമ്മുടെ യോഗത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കരമായ കാഴ്ചപ്പാടും അതിനെക്കുറിച്ച് നമുക്കൊരു മതിപ്പും ഉണ്ടായിരിക്കണം. ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തതിനകത്ത് കുറച്ച് പേര് വന്ന് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്നു, അവിടെ ഞാനോടെ പങ്കെടുക്കുന്നു എന്ന മനോബോധത്തോടെ ഒരിക്കലും ചർച്ചിനകത്തിരിക്കരുത്. മറിച്ച് ആത്മീയതയ്ക്കെല്ലാം കാണാത്തൊരു വശമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ ഹോളിനകത്തിരിക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്നത്, പാടുന്നത് ഒക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ കണ്ണിന് കാണുകയും കാതിന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷെ ആത്മീയത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിക്ക് മറ്റൊരു റലമുണ്ട്. അത് അൺസീൻ റലമാണ്, കാണാത്ത മണ്ഡലമാണ്. വിശ്വസിച്ച ഒരാൾ ദൈവസന്നിധിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കും. 21 ദിവസം ഇവിടെ നിങ്ങളിൽ ചിലർ പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ ഇതിലെ പോകുന്നവരെ ശ്രദ്ധിച്ചേക്കാം, നിങ്ങളുടെ വീട്ടുകാരെ ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ശരീരം ക്ഷീണിക്കുന്നത്, ചിലപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ആരാധിക്കുമ്പോൾ നിങ്ങൾ പരിസരം മറന്ന് ശബ്ദമുയർത്തി ആരാധിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ശബ്ദമില്ലാതെ പോയത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. സ്വോത്രം പറഞ്ഞാലേ അതൊക്കെ വരുള്ളൂ, അല്ലാതെ വന്ന് കണ്ടിട്ട് പോകുന്നവർക്ക് ഇതൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ ചിലർക്ക് തോന്നും ഇത് എന്തുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നാം ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെത്ര തെളിവുകൾ ബൈബിളിൽ നിന്ന് തരണമെങ്കിൽ തരാം. ഒരെണ്ണോ രണ്ടെണ്ണോ ഞാൻ തന്നിട്ട് നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കാം. കർത്താവായ യേശുക്രിസ്തു 70 പേരെ അയച്ചൊരു സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം. 10-ാം അധ്യായത്തിലാണ്. വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. കാര്യം നിങ്ങൾ നോക്കണമെങ്കിൽ 10-ാം അധ്യായത്തിൽ നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കുക, ലൂക്കോസിൻ്റെ സുവിശേഷം. ആ 70 പേരെ കർത്താവായ യേശു ഈരണ്ടായിട്ട് അയച്ചു. അവർ കർത്താവ് ചെല്ലേണ്ട പട്ടണങ്ങൾക്ക് ആമുഖ എന്ന വണ്ണം ചെന്നതാണ്, അവിടെ ചെല്ലാൻ വേണ്ടി അയച്ചതാണ് കർത്താവ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകളെ പോലെ, അത് തന്നെ ഒരു ദൂതാണ്. കാരണം ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകളെ അയക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ഇടയനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ, അല്ലാത്തവരെ അയക്കുകയല്ല. അപ്പം നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു കൺസെപ്റ്റ്, അയക്കുന്നത് കർത്താവാണെങ്കിൽ, ചെല്ലുന്നത് എത്ര വലിയ ചെന്നായിക്കൂട്ടത്തിലാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം കാക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. യേശു അവരെ അയച്ചു. ചെന്നായ്ക്കട പറഞ്ഞിട്ടാണ് അയച്ചത്. ചെന്നായ്ക്കട നടുവിലേക്കാണ്. നിങ്ങൾ കുഞ്ഞാടുകളും ചെല്ലുന്ന സ്ഥലത്തുള്ളവർ ചെന്നായ്ക്കളുമാണ്. എൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ് അവർ തിരിച്ചു വന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്? ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എങ്ങോട്ടാ പോയത്? ചെന്നായ്ക്കട നടുവിലേക്ക് പോയിട്ട് കുഞ്ഞാടുകൾ സന്തോഷത്തോടെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിശയോക്തിയാണ്. സ്തോത്രം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെന്നായ്ക്കൾ സന്തോഷത്തോടെ മടക്കി വിടിയേല. കുഞ്ഞാടുകളെ കിട്ടിയാൽ ചെന്നായ്ക്കൾ സന്തോഷത്തോടെ മടക്കി വിടിയേല. തിരിച്ചു വരുമ്പോൾ കടിച്ചു കീറി ചോരയൊലിപ്പിച്ച് അസ്ഥി ഒടിഞ്ഞ് കരഞ്ഞോണ്ടാ വരേണ്ടത്. പക്ഷെ വിട്ടത് യേശു ആണെങ്കിൽ, നിയോഗം തന്നത് കർത്താവാണെങ്കിൽ, ആക്കി വെച്ചത് സർവശക്തനാണെങ്കിൽ, നിന്നെ എവിടെ വിട്ടാലും പോറല് പോലും ഏക്കാതെ മടക്കി വരുത്താൻ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകലിൽ ഞാനിത് പറഞ്ഞു വരുമ്പോൾ ചിലരോട് പറയുന്നു, പരിശുദ്ധ ദൈവം സന്തോഷത്തോടെ മടക്കി വരുത്തുന്നൊരു കാലം വരാൻ പോകുകയാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്നത് ചെന്നായ്ക്കട നടുവിലാണെങ്കിൽ, ഇപ്പോൾ ആയിരിക്കുന്നത് ഭയങ്കരമായിട്ട് വല്ലാത്ത രീതിയിൽ ഭയത്തോടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ, നിന്റെ കുഞ്ഞിനെ വിവാഹം ചെയ്ത് അയച്ച സ്ഥലത്ത് ചെന്നായി കൂട്ടം പോലെ ആക്രമിക്കുന്ന നിലവാരമുണ്ടെങ്കിൽ എന്ന് ദൈവം പറയുന്നു, ഞാൻ മടക്കി വരുത്തും. എങ്ങനെ മടക്കി വരുത്തു? കരഞ്ഞോണ്ട് വീട്ടിൽ വന്ന് കയറുമെന്നല്ല, ക്ഷതമേറ്റ് എല്ലാം നഷ്ടപ്പെട്ട് നശിച്ച് സ്വത്രം തകർന്നു വരുമെന്നല്ല. യേശുവിന്റെ നാമത്തിലെ വാക്യം പറയുന്നു, സന്തോഷത്തോടെ മടങ്ങി വന്നു.
ദൂതേറ്റെടുക്കാൻ അറിയാവുന്നവനാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ അത് കയറി പിടിച്ചോളണം. ഈ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം, യോഗം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ പ്രയാസം, ഒരു ചെറിയ തടിപ്പ്, ഒരു ചെറിയ മുഴ, കാലിനൊരു ചെറിയ നീര്, ആശുപത്രിയിലേക്ക് പോകേണ്ട വന്നേക്കാം, ഒരു ലാബ് ടെസ്റ്റിന് പോകേണ്ട വന്നേക്കാം, ഒരു ഡോക്ടറെ കാണേണ്ട വന്നേക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദൂതായി പറയുക, 9ാമത്തെ രാത്രി പോയിട്ട് കരഞ്ഞോണ്ട് വരരുത്, പോയിട്ട് നിരാശപ്പെട്ട് വരരുത്. പോകേണ്ട വന്നേക്കാം, ചെന്നായിക്കടെ നടുവിലേക്ക് പോകേണ്ട വന്നേക്കാം, ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ കയറേണ്ട വന്നേക്കാം, ചിലപ്പോൾ നിന്റെ ബ്ലഡ് പരിശോധിക്കേണ്ടി വന്നേക്കാം. പക്ഷെ പോയിട്ട് കരഞ്ഞോണ്ട് മടങ്ങി വരരുത്, സന്തോഷത്തോടെ മടങ്ങി വരാൻ. സന്തോഷത്തോടെ ചേർന്ന് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ഞാൻ ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ ആ വാക്യം പറഞ്ഞിട്ടുണ്ട് സന്ദേശങ്ങളുടെ ആമുഖത്തിൽ. പക്ഷെ ഇന്നിവിടെ പറയുന്നു, നിന്നെ കരയിപ്പിച്ച് മടക്കി വരുത്താൻ ചില കാര്യങ്ങൾ പുറകിൽ നടക്കുമ്പോൾ കർത്താവ് നിന്നെ ധൈര്യത്തോടെ അയക്കും. കരഞ്ഞുകൊണ്ട് വരാനല്ല, നിരാശപ്പെട്ട് വരാനല്ല, പണം മുഴുവൻ നഷ്ടപ്പെട്ട് വരാനല്ല, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ച് ഭാരപ്പെട്ട് തലകുനിച്ച് വരാനല്ല. വിശ്വസിക്കുന്നവർ ഈ ദൂതിനെ ഇപ്പോൾ മുതൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുക. സന്തോഷത്തോടെ ഒരു മടങ്ങി വരവ് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ആത്മാവിൽ കരങ്ങൾ അടിച്ചോ, അന്യഭാഷ പറഞ്ഞോ, ഈ ദൂതിനെ സഭ സ്വീകരിക്കുക. സന്തോഷത്തോടെ ഒരു മടങ്ങി വരവ്. പോരാ, ശക്തി പോരാ, ബലത്തോടെ ഇനി ഒരുക്കപ്പെടാനൊന്നും നേരമില്ല. ഏറ്റെടുക്കുന്നവർ സ്തോത്രം ചെയ്യ്. നിന്റെ കുഞ്ഞ് പഠിക്കാൻ വേണ്ടി പോയി 3 കൊല്ലം 5 കൊല്ലം പോയിട്ട് കരഞ്ഞോണ്ട് തോറ്റു എന്ന് പറഞ്ഞ് വരരുത്, 5 പേപ്പർ പോയി എന്നും പറഞ്ഞ് വരരുത്. സന്തോഷത്തോടെ മടങ്ങി വരണം. കുഞ്ഞിന്റെ പേര് പറഞ്ഞ് ആത്മാവിൽ 9ാമത്തെ രാത്രി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഉടരക സംധനാദര, യേശുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ മടങ്ങി വരണം. സന്തോഷത്തോടെ വാക്കിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പോയത് എവിടാണെന്നുള്ളതല്ല വിഷയം, തിരിച്ചു വരവാണ് വിഷയം. ആത്മീകത്തിന്റെ വിഷയം പോയതല്ല, തിരിച്ചു വരവാ. മടങ്ങി വന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവ് മടക്കി വരുത്തും. ഇന്ന് രാത്രി ദൈവം അതിന് ദൂതായി പറയുന്നു, മടക്കി വരുത്തും. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ പൗലോസ് എബ്രായത്തിൽ എഴുത്തുകാരൻ കർത്താവിനെ കുറിച്ച് അവസാനത്തെ അദ്ദേഹത്തിന് വാക്കെഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് അസാധാരണ കാര്യമാണ്. പക്ഷെ ദൈവം ചിലരെ മടക്കി വരുത്തും, സന്തോഷത്തോടെ മടക്കി വരുത്തും. ശുശ്രൂഷയിലേക്ക് മടങ്ങി വരും. ആരോടോ ദൈവം പ്രവചിക്കുന്നു, നിന്റെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരും. നിന്റെ ആ പഴയ സ്റ്റാൻഡേർഡിലേക്ക് മടങ്ങി വരും, പഴയ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരും, പഴയ ആരാധനയിലേക്ക് മടങ്ങി വരും, പഴയ ആത്മീകതയിലേക്ക് മടങ്ങി വരും. ചെന്നായി കൂട്ടത്തിൽ ചെന്ന് പെട്ടുപോയി, എന്തോ കാര്യം കൊണ്ട് കർത്തൃദാസൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ചില വഴി അടച്ചിട്ട് ചില കാര്യങ്ങളിലേക്ക് നിന്നെ തിരിച്ചു വിട്ടു. പക്ഷെ വിട്ടവനറിയാം നിന്നെ സന്തോഷത്തോടെ മടക്കി വരുത്താൻ. സന്തോഷത്തോടെ മടങ്ങി വന്നു. ഞാൻ മടങ്ങി വരവല്ല അത് പറയാൻ ആഗ്രഹിച്ചത്, പക്ഷെ അവിടെ ദൈവം ആരോടോ ഒരു ചെറിയ പോയിന്റ് ഇടുകയാണ്. ആർക്കാന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളുടെ അടുക്ക് വന്ന് തലേ കൈവച്ച് വിവേചിച്ച് നിങ്ങളോടത് സ്ഥാപിക്കാനുള്ള സമയമെടുക്കാൻ ഈ രാത്രിയില്ല. പക്ഷെ നിങ്ങൾ ഏറ്റെടുത്തോളണം, എന്നോടാണ് കർത്താവ് ഇത് പറയുന്നതെന്ന്. ആരോടാണെന്ന് നിശ്ചയിച്ചോളണം. എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഇപ്പോൾ കിടക്കുന്നത് ചെന്നായ്ക്കള നടുവിലാണ്. കുറ്റം പറയുന്ന, തുറിച്ചു നോക്കുന്ന, എന്ത് ചെയ്താലും തൃപ്തി വരാത്ത അങ്ങനെ ഒരു കൂട്ടത്തിന് നടുവിലാണ്. സ്തോത്രം. അസൂയക്കാരുടെ നടുവിലാണ്. ചോര കുടിക്കാൻ കൊതിച്ച് നിൽക്കുന്നവരുടെ നടുവിലാണ്. ഇല്ലാതാക്കാൻ, വേദനിപ്പിക്കാൻ, കടിച്ചു കീറാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിലാണ്. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറയുന്നു, ഒരു പോറൽ പോലും വരുത്താതെ തിരിച്ചു വരുത്തുമെന്ന്. അതാ ദൂത്.
ആരോടാണെന്നറിയില്ല. പക്ഷെ എനിക്ക് വചനം വരുമ്പോൾ അറിയാം ഇതിന് ആളിവിടെ ഉണ്ടെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഡോക്ടർ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. എന്നിട്ടൊരു ടെസ്റ്റിന് വിടാൻ അവർ പറയും. കൊച്ചു കാര്യമാണെന്നോർത്ത് പോയ പല കക്ഷികളും തിരിച്ചു വന്നത് താടിക്ക് കൈ കൊടുത്താണ്. പക്ഷെ അതിവിടെ സംഭവിക്കാൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ മടങ്ങി വന്നു. ഞാൻ പറഞ്ഞത് ആത്മീയതയ്ക്കൊരു കാണാപ്പുറമുണ്ട്. അവർ മടങ്ങി വന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് ആശ്ചര്യകരമായിരുന്നു. കാരണം അവര് 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ പെട്ടെന്ന് യേശു ഒരു 70 പേരെ തിരഞ്ഞെടുത്തു, ഒരു മുന്നറിയിപ്പുമില്ലാതെ. സ്തോത്രം. ഈ മാർഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പറയാൻ പറ്റിയാൽ. സ്തോത്രം. PSCയിൽ അപേക്ഷ കൊടുത്തിട്ടിരിക്കുന്ന പോലെ 4 കൊല്ലമൊന്നും കൊടുത്തിരിക്കുകയല്ല. ഇവിടെ വന്ന് യോഗത്തിന് മര്യാദയ്ക്ക് സ്തോത്രം ചെയ്താൽ ചിലപ്പോൾ ഇന്ന് ഞറക്കു വീഴും. സ്തോത്രം. കർത്താവ് ചില കാര്യത്തിന് കണ്ടു ആരോടും ചോദിക്കുകയല്ല. നിന്റെ പോലും അനുവാദം വേണ്ട, നമ്മുടെ പോലും അനുവാദം വേണ്ട, തെരഞ്ഞെടുക്കുന്നവൻ വന്നിട്ടുണ്ട്. 26-ാം തീയതി യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന് തോന്നുകയാണ് നിന്നെ ചില കാര്യത്തിന് കൊള്ളാം, നിന്നെ ചില കാര്യത്തിന് അയക്കാൻ കൊള്ളാം, നിന്നെ ചില കാര്യത്തിന് വിടാൻ കൊള്ളാമെന്ന് തോന്നിയാൽ ദൈവം അങ്ങ് തെരഞ്ഞെടുക്കുക. അവർ മുന്നറിയിപ്പില്ലാതെ തെരഞ്ഞെടുത്തവരാണ്. അവർ പോയിട്ട് അവർ ആശ്ചര്യത്തോട് പറയുന്നു, കർത്താവേ, ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കാൻ പോയതുപോലെ പോയതാ, പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്ഭുതങ്ങൾ ആരംഭിച്ചു. ആ ഭാഗത്ത് മുഴുവൻ ദൂത് കിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ പ്രതീക്ഷിക്കാതെ ഒരു സുവിശേഷകനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാമെന്നോർത്ത് പോയതായിരിക്കും, പക്ഷെ നീ വിചാരിക്കാത്ത വിധത്തിലെ മിനിസ്ട്രി നടക്കും. അതവർ പറയാൻ കാരണം എന്താ? അതവിടെ സ്ഥിരം നടക്കുന്നതാണെങ്കിൽ അവര് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം അതൊന്നും പ്രതീക്ഷിച്ചല്ല പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വിചാരിക്കാത്ത ചില അത്ഭുതങ്ങൾ നടന്നു. ഈ പട്ടണത്തിൽ ചില വീടുകളിലേക്ക് യോഗം കഴിയുമ്പോൾ നിങ്ങളിൽ ചിലരെ അയക്കും. എക്സ്പെഷ്യലി ചർച്ചിൽ സുവിശേഷകരുണ്ടെങ്കിൽ കർത്തൃദാസൻ കേട്ടോളണം. ചുമ്മാ പ്രാർത്ഥിക്കാനായിരിക്കും. നിന്റെ ചർച്ചിലൊരു വീട്ടിലായിരിക്കില്ല, അവരുടെ റിലേഷൻ ഒരു വീട്ടിലായിരിക്കും, ഇവിടുത്തെ ഈ പട്ടണത്തിലെ ഏതെങ്കിലും ഫ്ലാറ്റിലായിരിക്കും. പാസ്റ്റർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്നായിരിക്കും ചോദിക്കുന്നത്. ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഒന്ന് അനുഗ്രഹിച്ചു വിടാമെന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കൊച്ചിന് അഡ്മിഷൻ കിട്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമെന്ന്. പക്ഷെ അവിടെ ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയതാണ്. ചെന്നപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഇളകി വരുന്നത്. രക്തത്താൽ ജയ ശുശ്രൂഷ വെളിപ്പെടട്ടെ. കർത്താവാണ് വിളിച്ചതെങ്കിൽ, യേശുവാണ് അയച്ചതെങ്കിൽ, വിചാരിക്കാത്ത ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ആ ദൂത് വേണ്ടെങ്കിൽ വിട്ടേരെ, ഞാൻ എടുത്തോളാം. കാരണം എന്താ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, വിചാരിക്കാത്ത നേരത്ത്, വിചാരിക്കാത്ത സ്ഥലത്ത് നിന്നെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നീയാണോ ഇത് ചെയ്തത് എന്ന് പോലും തോന്നുമാറ് നിന്റെ കൈ കീഴിൽ ചില വിടുതലുകൾ നടക്കാൻ ദൈവാത്മാവ് ഈ ആമുഖത്തിലെ ആലോചനയെ ആത്മാവിൽ കയറി പിടിക്കുന്നവർ ഇന്ന് രാത്രി ശക്തമായിട്ട് ഏറ്റെടുക്കണം. എന്ത് ചെയ്താലും ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഈ ദൂത് നിങ്ങളുടേതാണെങ്കിൽ ഇടം വലം നോക്കരുത്. ആരാധിച്ച് ജയമേറ്റെടുക്കണം, ദൂത് പിടിച്ചെടുക്കണം. യേശുവിന്റെ നാമത്തിൽ പറയണം, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോകുകയാ. സ്വർഗം അത് ചെയ്യാൻ പോകുകയാ. ഈ ചർച്ചിൽ സ്വർഗത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരികയാ. 70 പേര് പോയത് ഭൂതങ്ങളെ പുറത്താക്കാനോ ഭൂതങ്ങളെ കീഴടക്കാനോ ഒന്നും അല്ല. അവര് പോലും വിചാരിച്ചില്ല. പക്ഷെ ചെന്നിടത്ത് വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ചെല്ലുന്നിടത്ത് ഇതൊന്നും അല്ല ഭയങ്കര. അതാണ് ക്രിസ്ത്യാനിത്വം, അതാണ് ആത്മീക ജീവിതം. ഒന്നും കാലേക്കൂട്ടി കരുതി വെച്ചതല്ല. എന്ത് സംഭവിക്കുമെന്ന് കാലേക്കൂട്ടി ദൈവം പറയുകയല്ല. പക്ഷെ ദൈവം പറയുന്നു, ലജ്ജിപ്പിക്കത്തില്ല. നീ വിചാരിക്കാത്തത് നടക്കും. അവിടെ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ മാറി വരും. എന്റെ ദൈവത്താൽ സംഭവിക്കും. എനിക്കതിൽ തെല്ലും സംശയമില്ല. കാരണം വചന വെളിപ്പാടിലൂടെ ദൈവം ഇടപെടും. ഹല്ലേലൂയ.
അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നിടത്ത് കേവലം പ്രാർത്ഥിച്ച് ചായം കുടിച്ച് സ്തോത്രം തിരിച്ചു പോരുന്ന സ്ഥിതി നിൽക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ നമ്മുടെ സന്ദേശത്തിൻ്റെ രാവിലെ മുതൽ ദൈവം ഈ സഭയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശേഷതയുള്ളവരാകുക. 1000 പ്രാർത്ഥനക്കാർ ഈ പട്ടണത്തിൽ കാണും, പക്ഷെ നീ ഒരു വിശേഷതയുള്ള പ്രാർത്ഥനക്കാരനായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. എല്ലാ മിനിസ്ട്രിക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. തമ്പാനൂർ സ്റ്റാൻഡേർഡ് ട്രാക്റ്റ് കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജനത്തിൻ്റെ നടുവിൽ വിശേഷതയുള്ളവരായിരിക്കണം. നീ ഒരുത്തൻ്റെ കയ്യെ പിടിച്ചാൽ അവൻ്റെ ചില കെട്ടുകൾ പൊട്ടണം. നീ ഒരുത്തൻ്റെ വീട്ടിൽ കാല് കുത്തിയാൽ അവൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം. നീ ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ മേൽ മഴ പെയ്തിറങ്ങുന്നത് പോലെ ചില അനുഭവങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുപോലെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം. അവര് സ്തോത്രം ഭൂതങ്ങൾ കീഴടങ്ങി, ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാണ്: ഭൂതങ്ങൾ കീഴടങ്ങുന്നതിനകത്തല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ അവര് കാണാത്തതൊന്ന് യേശു കണ്ടെന്ന്. അവര് ഭൂതങ്ങൾ കീഴടങ്ങുന്ന കണ്ടോളൂ. ഭൂമിയിൽ അവർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണിൽ നടന്നതാണെന്നാണ് കണ്ടത്. പക്ഷെ വിണ്ണിൽ മോളിൽ നടന്നത് കണ്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നല്ലേ, ആകാശത്തുനിന്ന് വീണെന്നല്ല എഴുതിയിരിക്കുന്നത്. ആകാശത്തുനിന്ന് വീണെന്നല്ല എഴുതിയിരിക്കുന്നത്. ഭൂതം കീഴടങ്ങിയത് ആകാശത്തല്ല. ഭൂതം കീഴടങ്ങിയത് ഏതാണ്ട് അമ്മമ്മയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ ചെറുക്കൻ്റെ ശ്രോത്ര ശരീരത്തിലോ ഭൂതം കീഴടങ്ങിയത്. പക്ഷെ യേശുക്രിസ്തു കണ്ടു. നിങ്ങളവിടെ ഭൂതം ഇറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കണ്ട എന്നാന്നറിയാമോ? ആകാശത്ത് നിന്ന് സാത്താൻ വീണു. ഈ സാത്താൻ വീണെന്നുള്ള വാക്ക് തന്നെ ചിരിക്കാൻ, നിങ്ങൾ മസരി പിടി ചിരിക്കണ്ട. നിങ്ങളുടെ അമ്മാച്ചൻ വീണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിയത്. പിശാച് വീണെന്ന് പറയുമ്പോൾ സ്തോത്രം, അതിനകത്ത് നിങ്ങൾ മസരി പിടിക്കണ്ട. കാരണം അത് വീണെന്ന് പറയുന്നത് തന്നെ ആരാധിക്കാൻ വകയുള്ളതാണ്. ആയിരക്കണക്കിന് പേരെ വീഴ്ത്താൻ നടത്തിയവനവൻ. 2000 അന്ന് 4000, ഇന്ന് 6000 വർഷമായി. മാനവരാശിയുടെ കണക്കനുസരിച്ച് 4000 അന്ന് ഇവരെ അയക്കുമ്പോൾ 4000 വർഷമായി ഒരുപാട് പേരെ വീഴ്ത്തിയ സാത്താൻ, ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വീഴ്ത്തിയ സാത്താൻ, ഒത്തിരി പേരെ വീഴ്ത്തിയ പിശാച്, ചരിത്രത്തിൽ ആദ്യമായി അവൻ വീണു. ഒത്തിരി പേരെ വീഴ്ത്തിയവൻ വീഴാൻ പോവുക. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, നിന്റെ കുടുംബത്തിൽ പലരെ വീഴ്ത്തിയവൻ, നിന്റെ ചാർച്ചയിൽ പലരെ വീഴ്ത്തിയവൻ, നിന്റെ തലമുറയിൽ ചിലതിനെ വീഴ്ത്തിയവൻ, അവനെ വീഴിക്കുന്ന ശുശ്രൂഷയാണ് ആത്മാവ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. ആത്മനിറവുള്ള ദൈവമക്കളും കർത്തൃദാസന്മാരും വിശ്വാസത്തോടെ പറ, എന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, എനിക്കെതിരെ അലിഗേഷൻസ്, എൻ്റെ കുടുംബത്തിനെതിരെ തെറ്റിദ്ധാരണകൾ, എൻ്റെ മക്കളെ ദുഷ്ടൻ വീഴിച്ചു ചില കാര്യങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ ചിലരെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുകയാ. ആയിരങ്ങളെ വീഴിച്ചവനെ വീഴിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവന് ചെയ്യട്ടെ. അവൻ നിന്റെ ഇരിപ്പിടം തെറിക്കട്ടെ. അന്ധകാര ശക്തികൾ, ആകാശത്ത് വാഴുന്ന ദുഷ്ടാത്മസേനകൾ, അതിനെ വീഴിക്കത്തക്ക രീതിയിൽ ഇന്ന് രാത്രി ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. സ്വീകരിക്കുന്നവർ അധരം തുറന്ന് ആത്മബലത്തോടെ പറ, നിന്റെ ബിസിനസിനെതിരെ നിന്ന്, നിന്റെ ശുശ്രൂഷക്കെതിരെ നിന്ന്, നിന്റെ സമാധാനത്തിനെതിരെ നിന്ന് ആ ദുഷ്ടശക്തിയെ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ തട്ടിക്കളയുന്ന, അവന്റെ സിംഹാസനം ഒടിക്കുന്ന ഒരു ശുശ്രൂഷ 9-ാം ദിവസം മുതൽ ഇവിടെ നടക്കാൻ തുടങ്ങട്ടെ.
ഓ രത്തന റംധന റീകന രഗദന വൈഡബരേദന ഹംദല രഗദം ദക്ഷമനം ഭൗഡക്ഷഗന താരികന തുരഗക്ഷാര പ്രൗഢന തല റീകന രഗദന വൈഡബരംദേ തേ റിഗനെ രഗദേ രമനം പ്രൗഢേ താരീദക്ഷാദന റംദന ഹംദന പരിശുദ്ധാത്മാവേ തൂരാ ഭൗഡേ രഗനെ രഗനം ഷൈഡേ റിഗനെ ദക്ഷമന റിഗന തുരന ദക്ഷഗനം ഹംദല രഗനം ഉടയട്ടെ ഉടയട്ടെ. അന്ധകാരത്തിന്റെ ഉറവിടങ്ങൾ ഉടയട്ടെ. അവന്റെ ഇരിപ്പിടങ്ങൾ തകരട്ടെ. ആകാശത്ത് നിന്ന് വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കൃപാരഘടനപരമ ശന്ധനാനരക്ഷസി ഇന്ന് പരാത്രിക്കാലം ഞാൻ വചനത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ചിലരെ നിയോഗിക്കുക. അപ്പോസ്തോലിക നിരയിലേക്കൊന്നും വന്നു കാണുകയല്ല, ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്കൊന്നും കയറാൻ പറ്റുകയല്ല. പക്ഷെ നീ ആ 70 പേരിൽ ഒരാളെങ്കിലും ആകണം മിനിമം. പുരുഷാരത്തിൽ ഒരാളാകരുത്. അപ്പം തിന്നിട്ട് പോയവരുടെ കൂട്ടത്തിൽ ഒരാളാകരുത്. ഉപവാസത്തിൽ ഇരുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാകരുത്. 70-ൽ ഒരെണ്ണമെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആത്മശക്തിയോടെ ഇന്ന് രാത്രി ഇതിനകത്ത് ഭയങ്കര ദൈവകൃപ വ്യാപരിക്കുന്നുണ്ട്. ഭയങ്കര ദൈവശക്തി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ചിലരെ സ്വർഗം തൊട്ടോണ്ടിരിക്കുക, എഴുന്നേൽപ്പിക്കുകയാണ്. 9-ാമത്തെ രാത്രി നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ നിന്ന്, നിന്റെ നന്മയ്ക്കെതിരെ നിന്ന് ആ വലിയ നെട്ടും കോട്ടകളെ ഇന്ന് രാത്രി വലിച്ചിറക്കുന്ന, താഴെ വീഴിക്കുന്ന ഒരു വ്യാപാരം ഇതിനകത്ത് ആത്മാവിൽ നടക്കട്ടെ. പരിശുദ്ധാത്മാവേ പിശാചിനെ പേടിക്കാത്ത, അന്ധകാര ശക്തികളെ ഭയമില്ലാത്ത യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് കേറുന്ന ഒരു വലിയ ജനതയെ സ്വർഗം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുക. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. പ്രായം നോക്കണ്ട, ക്ഷീണം നോക്കണ്ട. നിങ്ങൾ ഈ സഭയിലെ അംഗമാണ്. നിങ്ങളിവിടെ വന്നത് ദൈവത്താലാണ്. ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. സ്വർഗം ചിലരെ തൊട്ടോണ്ടിരിക്കുക. ഈ രാത്രികാലം നിന്നെ വിളിച്ചത് ഒരു വിശേഷതയുള്ള വിളിയാണ്. പിശാച് ഉണ്ടെന്ന് പറയാനല്ല, സാത്താൻ മിടുക്കനാന്ന് പറയാനല്ല, നിനക്ക് കെട്ടുണ്ടെന്ന് പറയാനല്ല. നിന്നെ ദൈവം വിളിച്ചത് കെട്ടുന്നവനെ വീഴിക്കാൻ. ഇന്ന് രാത്രി സ്വർഗ്ഗം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അധികാര അഭിഷേകം പകരട്ടെ, 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 പകരട്ടെ. ആത്മാവിൽ പകരട്ടെ. അത് ആത്മാവിൽ പകരട്ടെ. ഒതുങ്ങി കൊടുക്കരുത്, ഒതുങ്ങി കൊടുക്കരുത്. വലിഞ്ഞു വലിഞ്ഞ് പുറകോട്ട് പോകരുത്. ആത്മാവ് പറയുന്നു യേശുവിന്റെ നാമത്തിൽ അന്യായ ബന്ധനങ്ങൾ അഴിച്ച് ദൈവകൃപ വ്യാപരിച്ച് സ്വർഗം ഇന്ന് രാത്രി ഇല്ലെന്ന് പരിശുദ്ധാത്മാവേ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഇവിടെ ചിലരെ അതിനു വേണ്ടി കണ്ടുവച്ചിരിക്കുക. അതിന്ന് രാത്രി ഇവിടെ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ എന്നെ അവൻ വീഴിച്ചു എന്ന് പറഞ്ഞു നടക്കുന്ന സീസൺ ഇന്ന് രാത്രി തീരുകയാ. ആകാശത്ത് കുടിയിരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ആത്മമണ്ഡലത്തിൽ അടക്കി നിൽക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് കൊച്ചൊരു സഭയായിരിക്കും. പക്ഷെ ഇതിനകത്ത് നിറച്ച ആളുകൾ ഇന്ന് രാത്രി ഇരിക്കുക. ഇതിനകത്തിരിക്കുന്ന ജനം ഒരുമിച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ സഭ ഉപവസിക്കുമ്പോൾ ഈ ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന, മനുഷ്യനെ ദ്രവിപ്പിക്കുന്ന, ചീത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്ന, തലമുറകളെ അഡിക്ഷനിൽ പ്രപക്ഷ പ്രൗഢിക ദിരികഥനയ അങ്ങനെ നശിപ്പിക്കുന്ന, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ മേഖലകളെ ആത്മതലത്തിൽ യേശുവിന്റെ നാമത്തിൽ വീഴിക്കാനുള്ള കൃപയുമായി ചിലരെ ദൈവം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ രാജ്യാന്തരങ്ങളിലേക്ക് അയക്കും.
ആ, തെളിഞ്ഞു വാ, തെളിഞ്ഞു വാ, നീ കൃപയിൽ തെളിഞ്ഞു വാ. നീ ആരാന്നുള്ളതല്ല വിഷയം. നീ മേസ്തിരിപ്പണിക്കാരനോ, മെയ്ക്കാട്ടോ, ആശാരിപ്പണിക്കാരനോ, ഓട്ടോ ഡ്രൈവറോ ആരുമാകട്ടെ, പക്ഷെ നിന്റെ മേലിന്ന് ഞറുക്ക് വീഴുക, നിന്റെ മേലിന്ന് കൃപ ഇറങ്ങുക, സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ തീരുമാനിക്കുക. നീ ഏത് പ്രൊഫഷനിൽ നിന്നാലും എന്റെ ദൈവത്തിന്റെ കയ്യിൽ കിട്ടിയാൽ സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു വന്നത്, ആത്മീയതയ്ക്കെല്ലാം കാണാത്തൊരു വശമുണ്ട്. നമ്മൾ കാണുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇവിടെ കുറച്ച് പേര് വന്ന് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ വന്ന് തലയിൽ കൈവയ്ക്കുന്നു, ആരെങ്കിലും ഒരാൾ വന്ന് പ്രവചിച്ച് പറയുന്നു, നിന്നെ ഞാൻ മാനിച്ച. ഇതൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ പുറകിൽ വൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നീ ഇട്ടിട്ട് പോകുന്ന വീട്, നിന്റെ പിതൃസ്വത്ത്, നിന്റെ പുരയിടം, ഇന്നിവിടെ ഇരുന്ന് അറിഞ്ഞ് ആരാധിക്കുമ്പോൾ അവിടെ ചിലത് വെട്ടേറ്റ് വീഴുന്നുണ്ട്. നീ പ്രവർത്തിക്കാൻ തെരഞ്ഞെടുത്ത മേഖലകൾ, നീ യേശുവിന്റെ നാമത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന വഴികൾ, നിന്നെ ദൈവം ഏൽപ്പിച്ച സ്ട്രീറ്റ്, വില്ലേജ്, തെരുവ്, അവിടെ ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ ചിലത് സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതില്ലായിരുന്നെങ്കിൽ ഈ മാർഗം എന്നെ നിന്നുപോയേനെ. ഇതിനേക്കാൾ മിടുക്കന്മാരായ പ്രസംഗികർ, മതപ്രസംഗികരുണ്ട്. ആളുകളെ ഒറ്റ പ്രസംഗം കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കളയാൻ പറ്റിയ വൻപൻ പ്രഭാഷകർ വേറെയുണ്ട്, സാംസ്കാരിക പ്രഭാഷകർ. പക്ഷെ പ്രസംഗത്തിന്റെ കേമം കൊണ്ടല്ല ദൈവസഭ നിലനിൽക്കുന്നത്. ആ പ്രസംഗത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഇവിടെ കൈയടിച്ച് പാട്ടുപാടുന്നതിനേക്കാൾ മിടുക്കരായി പാടാൻ പറ്റിയ ആളുകൾ വേറെയുണ്ട്. നല്ല ഓളം വെച്ച് സ്തോത്രം ഹല്ലേലൂയ പാടാൻ കഴിവുള്ള പല വിഭാഗമുണ്ട്. പക്ഷെ അവിടെ നടക്കാത്തത് ഇവിടെ കൈയടിച്ച് പാട്ടുപാടുമ്പോൾ നടക്കുന്നുണ്ട്. അത് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നല്ല, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളിവിടെ വന്ന് കയറുമ്പോഴേ വിശ്വസിക്കും. ഇന്ന് ആരാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരരുത്, ദൈവത്തെ ഓർത്ത്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ സ്റ്റെപ്പ് കയറുമ്പോഴേ ദൈവം തമ്പുരാൻ നിന്റെ ചീട്ട് കയറും. കാരണം നിനക്ക് വലുത് ഇന്ന് പ്രസംഗിക്കുന്നവനാ. പക്ഷെ ഇവിടെ ആര് പ്രസംഗിച്ചാലും ഞങ്ങൾ വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലത് ചെയ്യും. ആ വിശ്വാസത്തോടെ ഇതിനകത്തിരിക്കണം. ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കും. രാത്രി നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, വളരെ കൊതിയോടെ ഞങ്ങൾ ഈ വാക്കുകൾ പറയുന്നത്. ആത്മാവിൽ ഇതൊക്കെയാണ് സത്യമെങ്കിൽ, ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ സഭായോഗങ്ങളിൽ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളിൽ
ഇതുപോലത്തെ ചില കാര്യങ്ങൾ നടക്കണേ അപ്പ. ഇവിടുത്തെ ജിബിൻ പാസ്റ്ററും ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരെ അടിയങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ കൈയടിക്കുന്നതും അന്യഭാഷ പറയുന്നത് ഞങ്ങൾ കാണുന്നുള്ളൂ. അത് വിലയിരുത്തിയിട്ട് പലരും ഇന്നത്തെ യോഗം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ കർത്താവ് വിലയിരുത്തിയത് ഭൂതം കീഴടങ്ങുന്ന കണ്ടിട്ടല്ല, ആകാശത്തിരുന്നവൻ ഒടിഞ്ഞു വീഴുന്ന കണ്ടിട്ടാ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ പുറകിൽ ദൈവം ചിലതിനെ തകർത്ത് കളയണം. ചില ദുഷ്ടശക്തികളെ, ചില കുടുംബത്തിൽ വാഴുന്ന കലഹത്തിന്റെ ആത്മാവിനെ, അതുപോലത്തെ ശുശ്രൂഷ തലം മാറട്ടെ, സ്പിരിച്വൽ റലം മാറട്ടെ. അങ്ങനെ ദൈവപ്രവൃത്തി നടക്കട്ടെ. ഇന്ന് രാത്രി അടിയൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് തന്നെ സംഭവിക്കണം. അവിടെ നിന്ന് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. കരമുയർത്തി ഒന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തട്ടെ. എല്ലാവരും കൂടെ വളരെ വിശ്വസിച്ചുകൊണ്ട് രാവിലെ വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിച്ച് ബാക്കിയുള്ള കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി അവസാന സമയത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകം ഇന്ന് രാത്രി ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുകയില്ല ഞാൻ. കാരണം എനിക്ക് ഒത്തിരി ദൂരം പോകണം. സ്തോത്രം. നാളെ രാവിലെ അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ് എല്ലാ ദിവസവും രാവിലെ ഉള്ളത്. എനിക്ക് 6 മണിയാകുമ്പോൾ കുളിച്ചൊരുങ്ങി പൗരുഷനിൽ കയറണം. അതിന് മുമ്പ് സ്തോത്രം വീട്ടിൽ ചെന്ന് കിടന്ന് നാളത്തേക്കുള്ള സന്ദേശങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ. എന്നിട്ട് സ്തോത്രം ഒരു 4:45 എഴുന്നേറ്റെങ്കിൽ എനിക്ക് 6 മണിയാകുമ്പോഴത്തേക്കും പൗരുഷനിൽ കുളിച്ചൊരുങ്ങി എഴുന്നേറ്റ പാടാ ചെല്ലാൻ പറ്റിയല്ലോ. ഇപ്പോൾ സ്തോത്രം ഈ ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ എത്ര മണിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഒരു പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കാൻ നിൽക്കുകയല്ല. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടക്കേണ്ടതൊക്കെ നടക്കും. അത് മുറുകെ പിടിച്ചോളണം. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഗലാത്യ ലേഖനം വായിച്ച് ശുശ്രൂഷയുടെ പ്രസക്തമായ ഭാഗത്തേക്ക് പ്രവേശിക്കാം. 1:4-5 വായിച്ചാട്ടെ. മതി. സ്തോത്രം. വിലയ്ക്ക് വാങ്ങുക എന്നൊരു വൻ പ്രക്രിയ വീണ്ടെടുപ്പിനകത്ത് നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഒന്നിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ രക്ഷ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ അവയർനെസ്, വളരെ ബോധമുള്ളവരായിരിക്കണം. ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷ അനുഭവിക്കുന്നവരും. ഏതെങ്കിലും സഭയുടെ പുറകിൽ വന്നിരുന്ന് കുറച്ചാൾ കഴിയുമ്പോൾ അവിടെ സ്വോത്രകാഴ്ചയിട്ട് പോയാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ വെറുതെയാണ്. അങ്ങനെ ആകരുത്. ഈ മാർഗത്തിൻ്റെ അന്തസ്സ് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പല കാര്യങ്ങൾ നടക്കണം. ഒന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് മാനസാന്തരം ഉണ്ടാകാതെ ഒരുത്തിന് രക്ഷിക്കപ്പെടാൻ പറ്റിയല്ല. അനുതാപം, മാനസാന്തരം, ഏറ്റുപറച്ചൽ, ഇത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇതൊന്നും ഉണ്ടാകാതെ പതുക്കെ ആരും അറിയാതെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് രക്ഷയാകുകയല്ല. ചില പ്രസംഗത്തിൻ്റെ നടുവിൽ നമ്മളെ ദൈവമായ കർത്താവ് കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്ന പോലെ നിർത്തും. അപ്പം നമുക്ക് ഭയങ്കരമായ പാപബോധം ഉണ്ടാവും. അപ്പോൾ ദൈവത്തോട് പറയണം, എൻ്റെ കുറ്റങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം, എന്നെ ഒരിക്കൽ കൂടി കഴുകണം. അങ്ങനെ മാനസാന്തരത്തിലേക്ക് വരണം. മാനസാന്തരം നടക്കണം. മാനസാന്തരം നടന്നെങ്കിലേ അടുത്ത പടികൾ നടക്കുകയുള്ളൂ. അടുത്തത് രക്ഷയ്ക്കകത്ത്, അടുത്തത് നമ്മുടെ വീണ്ടെടുപ്പാണ്. അത് നമ്മളെ കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. സഹോദരൻ ശവക്കുഴി കാണാതെ വീണ്ടെടുക്കാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ഇവിടെ ഒരു സംഘടനയ്ക്കും പറ്റിയല്ല. അത് കർത്താവായ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ പറ്റുള്ളൂ. പൊരുത്തൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ വീണ്ടെടുപ്പ് ലഭിക്കുന്നു. ആ വീണ്ടെടുപ്പിനകത്താണ് നമുക്ക് വേണ്ടി ദൈവം വില മുടക്കുന്നത്. എനിക്ക് വേണ്ടി പേ ചെയ്യുകയാണ് ദൈവം. സ്തോത്രം. അവനെ പിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റിയല്ല. വഴി കിടന്ന് കിട്ടിയതല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. വിലയ്ക്ക് വാങ്ങിയവൻ ഉള്ളത് കൊണ്ടാണ് ഉത്തരവാദിത്വം ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നമ്മുടെ വീണ്ടും ജനനം നടക്കണം. വീണ്ടും ജനനത്തിലാണ് നമ്മൾ അവകാശികളാകുന്നത്. സ്തോത്രം. ആ ജനനം, ആ അപ്പൻ്റെ പിതാവ് ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള യോഗ്യത ഉണ്ടാകുന്നത് സഭയിൽ വരുമ്പോഴല്ല, വീണ്ടും ജനിക്കുമ്പോഴാണ്. ലോകത്തിൽ ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു. ലോകത്തിൽ മൊത്തത്തിൽ ഇന്നത്തെ ജനസംഖ്യ അപ്രോക്സിമേറ്റ് ഏകദേശം 850 കോടിയാണ്. 850 കോടി ആളുകളുടെയും അപ്പനല്ല ദൈവം. എല്ലാവർക്കും കയറി അപ്പാന്ന് വിളിക്കാൻ പറ്റിയല്ല, അപ്പനല്ല. പിന്നെയോ വീണ്ടും ജനിച്ചവരുടെ അപ്പനാണ്. എല്ലാവർക്കും ദൈവമായിരിക്കും, സൃഷ്ടാവായിരിക്കും.
ആ ദൈവത്തോട് ആർക്കും പ്രാർത്ഥിക്കാം. ദാതാവാണ്. സൃഷ്ടിക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഈ ദൈവം നടത്തി കൊടുക്കും. അതുകൊണ്ട് കാര്യം നടന്നെന്ന് വിചാരിക്കരുത്. ഞാൻ സുവിശേഷം പറഞ്ഞാൽ ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് വരെ എൻ്റെ ഏറ്റവും വലിയ പരിപാടി വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകളോട് ഇത് മൈക്കൊക്കെ ആൾക്കാർ തരാൻ തുടങ്ങിയത് ഈ അടുത്ത് അടയ്ക്കുക. അതിന് മൈക്കൊന്നുമില്ലാതെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ നടന്നതുകൊണ്ട് കർത്താവിന് പ്രസാദം തോന്നിയിട്ടായിരിക്കും ഇന്ന് ഇങ്ങനെ ആക്കിയത്. മയക്ക് കിട്ടിയിട്ട് തുടങ്ങാനിരിക്കുന്നവൻ 90 വയസ്സാലും തുടങ്ങിയല്ല, എങ്ങ് എത്തിയല്ല. അപ്പം അന്ന് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങോട്ട് പറയുന്ന ചില കാര്യമുണ്ട്. പാസ്റ്റർക്ക് അറിയാമോ, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കിടന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നോടൊരമ്മ പറഞ്ഞതാണ്, ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവൻ്റെ കുഞ്ഞ് ഡോക്ടർ കൈവിട്ട കേസാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ ദൈവം തൊട്ടൊന്ന് വിടുവിക്കണേ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു രാത്രി ഞാൻ കണ്ടതാണ് ഒരു വെളുത്ത രൂപം വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റി കൈവയ്ക്കുന്നത്. അന്ന് എൻ്റെ കുഞ്ഞിന് സൗഖ്യമായി. സ്തോത്രം. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നെറ്റി കൈവച്ചതിനകത്ത് ഊറ്റം കൊണ്ട് ജീവിതം തീർക്കരുത്. അതുകൊണ്ട് ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. കാരണം ഈ ദൈവം കരുണാമയനായിരിക്കയാൽ തൻ്റെ സൃഷ്ടിയിൽ ഒരാൾ ഏത് മതത്തിൽപ്പെട്ടവനും ഏത് സമുദായത്തിൽപ്പെട്ടവനും അവൻ ദൈവത്തോട് കരുണയുള്ള ദൈവമേ ഞങ്ങളോട് അല്പം കരുണ തോന്നണമെന്ന് പറഞ്ഞ സഭ നോക്കാതെ ദൈവം അനുഗ്രഹിക്കും. അതിന് നിങ്ങൾ സ്തോത്രം, ഇതിനകത്ത് സഭയെ ചേരണമെന്നൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ പ്രൈവസിപ്പെട്ട കാര്യം, ആരും ചോദിക്കാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അവകാശം കിട്ടണമെങ്കിൽ നിങ്ങൾ ആ അപ്പൻ്റെ മോനാകണം. ആ അപ്പൻ്റെ മോനാകണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം നടക്കുന്ന ആ സമയത്താണ് നമ്മുടെ നീതീകരണം നടക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നീതീകരണം എന്ന് പറയുന്ന ഒരു കോടതി ഭാഷയാണ്. നാം ചെയ്ത സകല കുറ്റങ്ങളും തെറ്റുകളും നാം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് ദൈവം അന്ന് വരെയുള്ള സകല കുറ്റങ്ങളും എഴുതി തള്ളുന്നു. നീ ഇനി നരകത്തിന് യോഗ്യനല്ല. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവേശുവിലായാൽ അവന് ശിക്ഷാവിധിയില്ല. തീർന്നു. സ്തോത്രം. ആ ബോധം വരാത്തവനാണ് പിന്നെ വല്യപ്പച്ചൻ്റെ കെട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം എന്താ, നീ വിശ്വാസത്തിൽ നീ വീണ്ടും ജനിച്ചപ്പോൾ നിനക്ക് നീതീകരണം നടന്നു. നീതീകരണത്തിന്റെ അർത്ഥം പഠിക്കണം. എന്താ നീതീകരണത്തിന്റെ അർത്ഥം? നീ ചെയ്തു വെച്ച നിന്റെ പൂർവികന്മാരുടെ കാലം മുതൽ നിന്റെ തലേ കടന്ന സകല ശിക്ഷകളും എന്റെ പുത്രനെ സ്വീകരിച്ചപ്പോൾ നിന്റെ തലേന്നെടുത്ത് മാറ്റുന്നു. പിന്നെ നിന്റെ തലയിൽ അതില്ല. പിന്നെ നീ എന്തിനാ തല പോഞ്ഞ് നടക്കുന്നേ? സ്തോത്രം. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? പിന്നെ ക്ലെയിം ചെയ്യാനില്ല. സ്തോത്രം. അതോടൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ, ദൈവത്തിൻ്റെ പുത്രൻ്റെ മണവാട്ടിയാക്കാൻ നമ്മളെ ആ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നു. സ്തോത്രം. ശുദ്ധീകരണത്തിൽ അതിനോടൊപ്പം നടക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് തേജസ്കരണം. നമുക്ക് നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് ദൈവം നമ്മളെ പതുക്കെ നടത്തുന്നു. തേജസ്കരണത്തിൻ്റെ പൂർത്തീകരണം നിത്യത തുറക്കപ്പെടുമ്പോഴാണ്. പക്ഷെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് തേജസ്സിലേക്ക് കയറാൻ പറ്റും. ആ തേജസ്സിൽ നിൽക്കാൻ തുടങ്ങും. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഭയങ്കരമായിരിക്കുന്ന പ്രൊട്ടക്ഷനാണ് തേജസ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തരുന്ന മറ്റൊന്നാണ് പുത്രത്വം. സ്തോത്രം. അതിൻ്റെ കൂടെ നമ്മളെ കയറ്റിവിടുകയാണ് അധികാരത്തിലേക്ക്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇങ്ങനെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും പുറകെ വിശ്വാസത്തിലേക്ക് വന്നതോ ഒരു സഭയിൽ വന്നിരിക്കുന്നതല്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് പഠിച്ച് നിൽക്കുന്നവന് ഭയങ്കര തൻ്റെ ഇടം ഉണ്ടാവും. സ്തോത്രം. ഇത്ര ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിനെ തുടരാൻ പറ്റും. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, സ്തോത്രം. എനിക്ക് കർത്താവിനെ മാത്രം പേടിച്ചാൽ മതിയല്ലോ. ഏതെങ്കിലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഈ വക കാര്യങ്ങൾ എന്നിൽ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. നിങ്ങൾക്ക് ദൈവത്തെ, ദൈവസഭയെ, ദൈവദാസന്മാരെ, കൃപാവരങ്ങളെയൊക്കെ അത്ര അടുത്ത് കിട്ടിയിട്ട്
വീണ്ടും ജനിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ നിങ്ങളെപ്പോലെ അധമര് വേറെ കാണിയല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിന് ദൈവസന്നിധിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വിധേയപ്പെടണം, നമ്മളതിന് തയ്യാറാകണം. അത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. ആ മാറ്റത്തിന് വിധേയപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ ആരാധനയൊക്കെ സത്യത്തിലും ആത്മാവിലും ആകേണ്ട വരും. പിന്നെ നമ്മുടെ കൂട്ടുകെട്ടുകൾ ആത്മീയത്തിലെ നിലവാരത്തിലാകേണ്ട വരും. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് തീരുമാനിക്കേണ്ടി വരും. സ്തോത്രം. അതിലേക്ക് കടക്കുന്നില്ല, ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെയാണ്. സ്തോത്രം. ഈ 4-ാം അധ്യായത്തിൻ്റെ പ്രമേയം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു, ഇനി ആവർത്തിക്കുന്നില്ല, കാരണം സമയം അതിക്രമിക്കുന്നതുകൊണ്ട്. ആ പ്രമേയം ഇതാണ്: അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ഒട്ടും വിശേഷതയില്ല. സ്തോത്രം. സഭയ്ക്കകത്ത് വന്നു വളരുന്നില്ലെങ്കിൽ, ശിശുവായിരിക്കുന്നെങ്കിൽ യാതൊരു വിശേഷതയില്ല. ഇതിനകത്ത് വന്നാൽ വളരണം. എങ്ങനെ വളരണം? ഇതിനകത്ത് പല പല പടികൾ. അതിലൊന്നാണ് പുത്രത്വം എന്ന് പറയുന്നത്. എന്താണ് പുത്രത്വത്തിനകത്ത് അന്തർലീനമായിരിക്കുന്നത്? അങ്ങനെ ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. പുത്രത്വം ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിൽ 5 പുത്രത്വമുണ്ട്. 5 പുത്രത്വം. വായിച്ചിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ നീണ്ടു നിന്നൊരു ക്ലാസ് എടുക്കാനൊന്നും പറ്റിയല്ല, കാരണം പുത്രത്വം ഒരു വലിയ സബ്ജക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സംഭവം തരാം. നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ വായിച്ചിട്ടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നില്ല പദമാണ് അബ്രഹാമിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ. കുരുടൻ എന്താ വിളിച്ചത്? ദാവീദ് പുത്ര. അപ്പോൾ അബ്രഹാമിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, മനുഷ്യപുത്രൻ. യേശു പറഞ്ഞു മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് കാണും. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, പ്രിയപുത്രൻ. അങ്ങനെ 5 പുത്രത്വങ്ങൾ ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ്. ഈ 5 എണ്ണത്തിൻ്റെയും പ്രത്യേകതകൾ ആത്മീക ഭൗതിക മണ്ഡലത്തിൽ ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം വായിച്ച് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, വായിപ്പിക്കാൻ നമുക്ക് നേരമില്ല, വായിച്ചത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അവിടെ ചലഞ്ചാണ് 1-ാമത്തെ അധ്യായം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും ഉയർത്തിപ്പറയുന്ന യേശുവിൻ്റെ മഹത്വം എഴുതുന്നിരിക്കുന്ന ഗ്രന്ഥമാണ്, ലേഖനമാണ് എബ്രായ ലേഖനം. ബൈബിൾ കോളേജിൽ പഠിച്ചിരിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന ഭാഷ പറഞ്ഞത് നിങ്ങൾക്കറിയാം. എബ്രായ ലേഖനം, ആ ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിനകത്ത് എഴുത്തുകാരനെ കൂടെ പരിശുദ്ധാത്മ ചലഞ്ച് ചെയ്യുക. നീ എൻ്റെ പുത്രൻ, നിന്നെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? യേശുക്രിസ്തുവിന് മുമ്പിൽ കാണിച്ച ഒരുത്തനും ദൂതന്മാരോട് പറഞ്ഞിട്ടില്ല പുത്രനെന്ന്. സ്തോത്രം. ഇനി എബ്രായ ലേഖനം 3-ാം അധ്യായം, അതിനകത്ത് പറയുന്നു മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു, ക്രിസ്തുവോ തൻ്റെ ഭവനത്തിൽ പുത്രനായിരുന്നു. നോക്കേ, വിശ്വസ്തനായിരുന്നവർ യേശുവും തന്നെ നിയമിച്ചാക്കിയ വിശ്വസ്തനാണ്. താഴത്തേക്കുള്ള വാക്യോട് ഇട്ടെ അവിടെ എഴുതിയിട്ടുണ്ട്, ഭവനത്തെക്കാളും ഭവൻ ചമഞ്ഞ മാനോട് യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. അടുത്ത വാക്യം സ്തോത്രം. ഏത് ഭവനം പോരാമാണ്? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കി. സ്തോത്രം. മോശദാസനായിരുന്നു, യേശുവോ പുത്രനായിരുന്നു. സ്തോത്രം. എഴുതിയിരിക്കുന്നു. ഓക്കെ, എണ്ണിയിരിക്കുന്നു പോലെ നമുക്ക് വേണം. എന്നിട്ട് അധികാരിയായിട്ട് അത്രേ. 6-ാം വാക്യം, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രൻ. മോശഭൃത്യൻ, യേശുപുത്രൻ. സ്തോത്രം. അപ്പം ഇത് ഭയങ്കരമായൊരു സംഭവമാണ്. അതുകൊണ്ട് ചിലർ ദൈവത്തിന് പുത്രനോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നിവിടെ പറഞ്ഞത് നമ്മൾ അപ്പനും അമ്മയ്ക്കും മക്കളായി ജനിച്ചതുപോലെ, അങ്ങനെ ഇതിനൊക്കെ ആത്മീക ഭാഷയുണ്ട്. ജനിക്കുക എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിനകത്ത് നമുക്കറിയാം ബയോളജിക്കലായിരിക്കുന്ന കാര്യം മാത്രമല്ല. നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി ഒന്നോടെ ജനിക്കാൻ പറ്റുമോ? ആളുകളുടെ മനസ്സിനകത്തേക്ക് ജനനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രക്രിയ മാത്രം. യേശു പറഞ്ഞു അങ്ങനെയൊന്നും അല്ലടാ, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണം. അപ്പം ജനനം എന്ന് പറയുന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട്. നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞതിനകത്തും അർത്ഥമുണ്ട്. സ്തോത്രം. അതൊരു പ്രക്രിയ, ഒരു പ്രോസസ്സ് സംഭവിക്കുക. എന്താണെങ്കിലും ഈ വാക്യം ഞാൻ തിരിച്ചു വരാം. സ്തോത്രം. 4:5 പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പുത്രത്വം പ്രാപിക്കാൻ. ഗലാത്യർ 4:5 നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്
ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എൻ്റെ കൂടെ പറ എന്ന് മനസ്സിലായി. ചുമ്മാ ഇരുന്നാൽ പിടികിട്ടിയാൽ പറഞ്ഞ് ഇമ്പോസിഷൻ എഴുതിയിട്ടത് പഠിച്ചില്ല ഞാൻ. പിന്നെയാണ് സൂചി വിഴുങ്ങി പോലെ ഇരുന്നാൽ പഠിക്കുന്നത്. സ്തോത്രം. എൻ്റെ കൂടെ നിന്നാൽ വല്ലതും പിടികിട്ടില്ല. ഈ രാത്രിത്തെ വരവ് വെറുതെയാവും. സ്തോത്രം. വളരെ സ്തോത്രം പറഞ്ഞിരിക്കാത്തവൻ്റെ യോഗം 8:05 തീർന്നു. ഏതാ മറ്റേ പറഞ്ഞില്ലേ, മറ്റവൻ താഴെ വീണ അവൻ തീർന്നു. നീ വേണമെങ്കിൽ ചുമ്മാ തൂണും ചാരിയിരുന്നു. പക്ഷെ വല്ലതും പ്രാപിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവൻ ഉറങ്ങിയിരിക്കരുത്. എൻ്റെ കൂടെ പറഞ്ഞ് ചവിട്ടിക്കയറണം. വാക്യം നിങ്ങൾക്ക് പിടിയിട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. വാക്യം പറയുന്നു പുത്രത്വം പ്രാപിക്കണം. ആ വാക്യത്തിൻ്റെ പ്രാപിക്കൽ എന്ന വാക്ക് പിടിക്കണം. പ്രാപിക്കൽ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പ്രത്യേകമായിരിക്കുന്നൊരു പ്രയോഗമാണ്, ഒരു പ്രത്യേക വാക്കാണ്. വിശേഷിയാൽ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് പ്രാപിക്കൽ. ലംബാനോ എന്നാണ് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ. ഗ്രീക്ക് പദം ലംബാനോ എന്നൊരു വാക്കാണ്. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അറ്റനിക്കോസ്. ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞാൽ എന്ത് വില കൊടുത്തും അതിനെ നേടുക. സ്തോത്രം. മനസ്സിലായോ? ഒരു സാധനത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ സാധനം പ്രയോജനപ്പെടുമെന്നും അത് ഉപകരിക്കപ്പെടുമെന്നും അത് അനിവാര്യമാണെന്നും നമുക്ക് ആവശ്യമാണെന്നും നമ്മുടെ കയ്യിലിരുന്ന ഗുണകരമാണെന്നും ബോധ്യപ്പെട്ടാൽ പിന്നെ ലാഭം നഷ്ടം നോക്കരുത്. അതിനി എന്ത് വില കൊടുത്താലും അതിനെ പിടിച്ചെടുക്കുന്നതിനാണ്, ആർജിച്ചെടുക്കുന്നതിനാണ്, നേടിയെടുക്കുന്നതിനാണ് ലംബാനോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതാണ് മലയാളവൽക്കരിച്ചപ്പോൾ പ്രാപിക്കലായത്. പ്രാപിക്കൽ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. പുതിയ നിയമസഭയ്ക്കകത്തൊരുവൻ വന്നാൽ, പുതിയ നിയമസഭയിൽ എന്ത് വേണോ അതെല്ലാം മേടിച്ചെടുക്കുക അല്ല, പ്രാപിച്ചെടുക്കുക. മനസ്സിലായോ? 2500 താളും കൊണ്ട് വന്നിട്ട് പ്രാർത്ഥിച്ച് മേടിക്കാന്ന് ഓർത്ത് വന്നവരൊക്കെ കാശ് പഠിക്കും. പിന്നെ അവരാണ് ഈ യൂട്യൂബിനകത്ത് കരുതി പിന്നെ പറയുന്നത്, എൻ്റെ സാറേ എനിക്കും പറ്റി, എന്നെയും പറ്റിച്ചു, എൻ്റെ നിന്നും കുറേ കാശ് മേടിച്ചു. അത് കാശ് കൊടുത്ത് മേടിക്കാൻ വന്നവരാ. സ്തോത്രം. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, വന്നപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഇതിനകത്ത് കാശ് ഇറക്കി ഒന്നും മേടിക്കാൻ പറ്റിയല്ല. സ്തോത്രം. ഞാൻ സത്യസന്ധമായ മാർഗം പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നേരെ ചുവ വന്നാൽ പ്രാപിക്കാൻ കുറേ ഉണ്ട്. ഇവിടെ വന്ന് മേടിക്കാൻ നിന്നില്ല. രൂപക്കൂട്, രൂപം, ഇതൊന്നും ഇവിടെ മേടിക്കാൻ കിട്ടിയല്ല. അതിന് വേറെ വല്ലയിടത്തും പോയി നോക്ക്. സ്തോത്രം. വീട്ടിൽ കൊണ്ട് വെക്കാനോ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കാനോ ഒന്നും ഇവിടെ മേടിക്കാനില്ല. പക്ഷെ ഇവിടെ വരുന്നവനോട് പറയാം, ഇങ്ങനെ ഒരു സൂത്രം ഇല്ലെങ്കിലും ഇതിനകത്ത് വന്ന് കൃപയിൽ ഇരുന്നാൽ ഇതിനകത്ത് വരുന്നവർക്ക് പലതും പ്രാപിച്ചോണ്ട് പോകാം. അതിന് പണം ചെലവൊന്നുമില്ലെന്ന. പ്രാപിക്കുക. അതിങ്ങനെ ഓരോ ദിവസത്തെ യോഗത്തിൽ ഇന്നത്തേക്കാൾ ഗംഭീര യോഗമായിരിക്കും നാളെ വരുന്ന കർത്തൃദാസൻ അഭിഷിക്തനാണ്, പ്രവാചകനാണ്. പതിറ്റാണ്ടുകളായി കേരളക്കരെ ഉഴുതുമറിക്കുന്ന പ്രവാചകനാണ്. ഇന്നത്തെ സംഭവം ഒന്നും ആയിരിക്കുകയല്ല. നാളെ വരുന്നവർക്ക് ഇതിനേക്കാൾ വലുത് പ്രാപിക്കാനുണ്ടാകും. ഓരോ ദിവസവും ഇവിടെ പ്രാപിക്കാനുണ്ടാവും. ഹല്ലേലൂയ. അത് പ്രാപിക്കാൻ വേണ്ടി വരണം. കേൾക്കുക എന്നൊക്കെയുള്ള നമ്മുടെ ഭാഗധേയത്വമാണ്. കേൾപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. പക്ഷെ പ്രാപിക്കുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്തം. പ്രാപിക്കുക എങ്ങനെയാണ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ സ്തോത്രം പണ്ടൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് മാസം തോറും ഇറങ്ങുന്ന ചെറിയ ഒരു ഡെയിലി ഡിവോഷൻ ബുക്ക് ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനത് എവിടെ കിട്ടിയാലും വാങ്ങി. ഒരു ദിവസം ഞാനത് വായിച്ചപ്പോൾ പ്രാപിക്കുക എന്നുള്ള വാക്കിന് സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി അതിൻ്റെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ബാറ്ററി അതിൻ്റെ പ്രത്യേകത, അത് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചാർജ് കുറയും. ചാർജ് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇതെടുത്ത് എറിഞ്ഞ് കളയണ്ട. നമ്മളിത് വാങ്ങിച്ചപ്പോൾ ചാർജർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി കിട്ടി. എന്ത് ചെയ്യണം? സ്തോത്രം. ഇവിടെ നിന്ന് ചിലപ്പോൾ ഇടുക്കിയിൽ നിന്നാണോ കായംകുളത്ത് നിന്നോ എവിടെ നിന്നാണ് ഇവിടെ ഇലക്ട്രിസിറ്റി വരുന്നതെന്ന് അറിയില്ല. എവിടെ നിന്നോ പ്രസരിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ഈ നാട്ടിൽ കമ്പിയിൽ കൂടെ കയറി ഇവിടെ വന്ന് ഈ സോക്കറ്റിനകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഈ വെള്ള സൂത്രത്തിനകത്ത് ഉണ്ടാക്കുന്ന അല്ല കരണ്ട്. എനിക്കൊന്നും ഇവിടെ ഇലക്ട്രിസിറ്റി ആണെന്ന് പറയാം. അങ്ങനെ ഇടുക്കിയിൽ നിന്നാണോന്ന് എനിക്കറിയില്ല. എന്നാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയല്ലേ, എവിടെ ഉണ്ടാക്കുന്ന സാധനമായത്.
ആ സാധനം നമ്മളിരിക്കുന്ന കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറ് ഈ റോട്ടിലെ കമ്പി കൂടെയൊക്കെ കയറി ഇറങ്ങി വന്ന് നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തെ ഈ കാണുന്ന വെള്ള ആ സോക്കറ്റിനകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നിന്റെ മൊബൈൽ ചാർജ് തീർന്നാൽ നിന്റെ ചാർജറെടുത്ത് കുത്തിയിട്ട് അങ്ങേ തല മൊബൈലിലേക്ക് കണക്ട് ചെയ്താൽ ഇതിൻ്റെ ഉണ്ടാക്കിയപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്. ആ കണക്ഷൻ കിട്ടിയാൽ പിന്നെ ഇത് വലിച്ചു കുടിക്കും പോലെ ചാർജ് കയറിക്കൊണ്ടിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ഇതുപോലെ വയറ് പോലും വേണ്ട, വയർലെസ് ആണ്. സ്തോത്രം. കാറിനകത്ത് കയറുമ്പോൾ കണ്ടിട്ടുണ്ട്, ചുമ്മാ മൊബൈൽ അവരുടെ മോളിൽ വെച്ചിരിക്കുന്ന ആ ബോണറ്റ്, എന്താ പറയുക, റണ്ണിങ് ബോണ്ട്, അതിൻ്റെ എന്തോ മോളിലേക്ക് വെച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മോളിലേക്ക് ഒരു മാറ്റിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്താൽ മതി, തന്നെ ചാർജ് കയറിക്കോളും. അതിനേക്കാളും വലുത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. 2 മൊബൈലുകൾ തമ്മിൽ അതിൻ്റെ കവറിങ് പൊളിച്ചിട്ട് അപ്പുറേ മുട്ടിച്ച് വെച്ചാൽ മതി, ഈ മൊബൈലിൽ നിന്ന് ഇപ്പുറത്തേക്ക് കയറിക്കോളും. ഒന്നും കണ്ടിട്ടില്ല. പഴയ ചാപ്പട്ടി മൊബൈലും കൊണ്ട് നടക്കുന്നവരാന്ന് തോന്നുന്നു എല്ലാവരും. കാലം പോയി പോക്കും. ഇതൊന്നും വേണ്ട. 2 മൊബൈലുകൾ തമ്മിൽ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. ഞാൻ മറ്റൊരു രാജ്യത്തായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളുടെ കയ്യിലെ ഈ മൊബൈലിനകത്തായിരുന്നു ടിക്കറ്റ്. അത് പോയ വഴിക്ക് ഫോട്ടോ എടുത്തും സ്തോത്രം വീഡിയോ എടുത്തല്ല, ഇതിൻ്റെ ചാർജ് തീർന്നു. ടിക്കറ്റ് ഇതിനകത്താന്ന് മറന്നുപോയി. ഇത് ചാർജ് തീർന്ന് ഓഫായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയും ഇത് ഓണാവാതെ ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? അയ്യോ, പിന്നെ ഇനി ഇവിടത്തെ പോലെ ആരുടെയെങ്കിലും ചായക്കട കയറി ചാർജ് ചെയ്യാനൊന്നും പറ്റുന്ന സ്ഥലമല്ല അത്. പുള്ളി എന്നോട് പറഞ്ഞു പാസ്റ്റർ മൊബൈലും കയറാൻ പറഞ്ഞു. ഞാനപ്പോൾ ഇതിനകത്ത് സിമ്മൊന്നും ഇല്ലാതെ ഞാൻ പോയത്. അപ്പോൾ എൻ്റെ മൊബൈൽ രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി മെസ്സേജ് അയച്ചാൽ പിന്നെ എനിക്ക് ഫോട്ടോ അങ്ങനെ വലിയ വിഷമമുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ എടുക്കാറുമില്ല, ആർക്കും അയക്കാറുമില്ല. പിന്നെ നിറച്ച് ചാർജാണ്. പുള്ളി എന്നോട് ഈ കവറം കൂരി എടുത്തിട്ട് മറ്റേ മൊബൈൽ ഈ മൊബൈലും കൊണ്ട് ഇങ്ങനെ പുറത്തോട് ഒട്ടിച്ച് വെച്ചു. ഞാൻ ഇവരെന്നെ കാണിക്കുന്നതെന്ന് നോക്കി. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലെ ചാർജ് മുഴുവൻ ഊറ്റി അവനെ കയറി. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാർജ് ഉള്ളവൻ്റെ കൂടെ പുറത്തോട് പുറം മുട്ടിയിരുന്നപ്പോൾ മറ്റവനിൽ ചാർജ് കയറിയെങ്കിൽ ജീവനുള്ള നിന്റെ അടുക്ക വന്നിരുന്ന് ഇച്ചിരി നേരം തലേ കൈവച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾ ഉപദേശിമാര് ചരിപ്പിടാത്ത കാലുകൊണ്ട് 25 കൊല്ലം മുമ്പ് ഞങ്ങളുടെ അപ്പച്ചന്മാര് പറഞ്ഞപ്പോ പുച്ഛിച്ചു. ഇപ്പൊ നീ ഉണ്ടാക്കിയ 20,000 രൂപയുടെ സാധനത്തിലേക്ക് പുറത്തോട് പുറം മുട്ടിയിരുന്ന ചാർജ് കയറുമെങ്കിൽ ആത്മതലത്തിൽ 2 ദൈവദാസന്മാർ കൈകോർത്താൽ, കൃപയുള്ളവന്റെ കയ്യ പിടിച്ചാൽ, അവനെ ഒന്ന് മുട്ടിയിരുന്നാൽ, ആരാധിക്കുന്നവന്റെ കൂടെ ഇരുന്നാൽ, അഭിഷേകമുള്ള സഭയിൽ വന്നാൽ, കൃപയുള്ള ദൈവജനത്തിന് ഇടക്കാറിയിരുന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മറ്റേത് പറഞ്ഞപ്പോ, മൊബൈൽ പറഞ്ഞപ്പോ നിന്റെ സയൻസ് അങ്ങ് പൊങ്ങി. ഞങ്ങൾ ആത്മീകം പറഞ്ഞപ്പോ നിന്റെ മുഖം അങ്ങ് വാടിയായെന്നാ. സ്തോത്രം. അത് നടക്കുമെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇതും നടക്കും. നീ വീട്ടിലിരുന്നാ പോരാ. ഞാൻ ഓൺലൈൻകാരോടും പറയുന്നു, പറ്റുമെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ 2 കൽപ്പിച്ച് ആരാധിക്കുന്നവന്റെ ഇടയിൽ വന്നിരിക്കുക, സ്തുതിക്കുന്നവന്റെ കൂടെ ഇരിക്കുക, ദൈവത്തിന്റെ സഭയുടെ നടുക്ക് വന്നിരിക്കുക. ദൈവം നിന്നെ ചാർജ് ആക്കി വിടുന്നത് കാണിച്ചു തരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നീ യോഗം മുടക്കരുത്. നിങ്ങൾ സുവിശേഷം പറയുന്നതാണ് പറയണം. എൻ്റെ പൊന്നു സഹോദരൻ, ഞാൻ ദൂത് കേട്ടു. എനിക്ക് പറയാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ നിന്നോട് പറയാം, ഇവിടെ ദൈവശക്തി വ്യാപരിക്കുന്നൊരു സ്ഥലമുണ്ട്. നീ ഞങ്ങളുടെ കൂടെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുക. നിന്നിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. അതിന് നിന്റെ മതമൊന്നും പ്രശ്നമല്ല. നീ ഇവിടെ വന്നിരിക്കുക. നിന്നിലേക്ക് സമാധാനം ഇടിച്ചു കയറും. നിന്നിലേക്ക് ദൈവശക്തി ഇടിച്ചു കയറും. നിന്നിലേക്ക് പ്രത്യാശ ഇടിച്ചു കയറും. നിന്നിലേക്ക് ജീവൻ ഇടിച്ചു കയറും. നിന്റെ മരണം മാറിപ്പോകും. പ്രാപിക്കുക എന്ന പദം, പ്രാപിക്കുക, അതീവ സീരിയസ് ആയൊരു വാക്കാണത്. കർത്തൃദാസന്മാരും ദൈവമക്കളും എല്ലാം വാക്ക് കണ്ടാൽ വിടരുത്. ഞാൻ സ്തോത്രം ഈ വിഷയം പഠിച്ചപ്പോൾ പുതിയ നിയമത്തിനകത്ത് 19 കാര്യങ്ങളാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, സഭയിൽ വന്നതിന് ശേഷം
ആത്മാവിൻ്റെ ബോധത്തോടെ ഇതിനകത്ത് ജീവിക്കുവാണെങ്കിൽ 19 കൂട്ടം കാര്യങ്ങളാണ് സഭയ്ക്കകത്ത് വന്നിരുന്ന് പ്രാപിക്കേണ്ടത്. സ്തോത്രം. അത്രയും സംഭവത്തിനകത്ത് വിഷയാസ്പദമായി ബൈബിൾ പഠിക്കണം. ചിലപ്പോൾ 19 ആയിരിക്കുകയല്ല, ഇനിയും അന്വേഷിക്കുമ്പോഴായിരിക്കും ബാക്കി കണ്ടെത്തുന്നത്. സ്തോത്രം. എന്താണെങ്കിലും പ്രാപിക്കണം. പുതിയ നിയമസഭയ്ക്കകത്ത് വന്നാൽ ഇതിനകത്ത് വന്നിരുന്ന് ആത്മാവിൽ കണ്ണടച്ച് കർത്താവിനെ ധ്യാനിച്ച് പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുന്നിടത്ത് പ്രാപിക്കാൻ ഒത്തിരിയുണ്ട്. സ്തോത്രം. ഈ സംഭവത്തിനകത്ത് കരണ്ടുണ്ടെന്ന് പറഞ്ഞാൽ വിവേകമുള്ളവന് വിശ്വസിക്കാം. അതിനകത്തുണ്ട് സംഭവം. പക്ഷെ അതിനകത്ത് നിന്നാൽ ഒരിക്കലും നമ്മുടെ മൊബൈൽ ചാർജ് ആവില്ല. സ്തോത്രം. അത് ചാർജ് ആകണമെങ്കിൽ അതുമായിട്ടൊരു കണക്ഷൻ വരണം. അതുപോലെ ഞാൻ വയർലെസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രാവിലെ പ്രാർത്ഥിച്ച് യോഗം തുടങ്ങുമ്പോൾ ഇവിടെ ഒരു അന്തരീക്ഷം വെളിപ്പെടും, ഒരാത്മതലം തുറക്കപ്പെടും. അതിനകത്ത് നിനക്കുള്ളതെല്ലാം ഉണ്ട്. അതിങ്ങ് പ്രാപിച്ചോളണം. അതിനി ആരും അടുത്ത് വന്നില്ലെങ്കിലും ആരും നിന്നോട് ദൂത് പറഞ്ഞില്ലെങ്കിലും ഏത് യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക ഒരു അന്തരീക്ഷം വരുമ്പോൾ ഈ ഇരിക്കുന്നവരൊക്കെ കൈപൊക്കുകയും കൈ അടിക്കുകയും ചിലർ തന്നെത്താൻ എഴുന്നേക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രാപിക്കാൻ പറ്റും, എത്തിപ്പിടിക്കാൻ പറ്റും എന്നൊരു ബോധ്യം വരുമ്പോഴാണ് അന്തരാത്മാവ് അവരെ അതിലേക്കൊന്ന് എത്തിപ്പിടിക്കാമെന്ന് നോക്കുന്നത്. അങ്ങനെയെങ്കിലും ഇന്ന് രാത്രി നീ അത് പ്രാപിച്ചാ പോകാവൂ. ഹല്ലേലൂയ. ഞാൻ ചില വാക്കുകൾ പറയാം. പ്രാപിക്കുക എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിലുണ്ട്. ഇന്ന് രാത്രി എന്നല്ല, നാളെ മുതൽ യോഗം പകുതിയായുള്ളൂ. 21, 26 തീയതി തീരത്തുള്ളൂ. അതിനിടയിൽ വന്നിരുന്ന് നിനക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. അത്യാവശ്യമുള്ളത് ഞാൻ 19 പറയാൻ നോക്കി കഴിഞ്ഞാൽ ഇന്നും നാളെ ഞാൻ അവിടെ നിൽക്കേണ്ടി വരും. പക്ഷേ സ്തോത്രം, 1-2 ഞാൻ പറയാം. ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ നമുക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ, കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും ജയിലിൽ കൊണ്ടിട്ട് അടിച്ചകത്ത് കയറ്റി ഉടുതുണി മറച്ചെടുത്ത് പുറമെല്ലാം അടിച്ച് കീറി കാരാഗ്രഹത്തിനകത്തിട്ട് കരിന്താടിട്ട് പൂട്ടി രാത്രി ഒരു പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹം തകർന്നു. കാരാഗ്രഹ പ്രമാണി ചാടി വീണിട്ട് പൗലോസിനോട് ചോദിച്ച ചോദ്യമുണ്ട്, സഹോദരന്മാരെ, രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നല്ല ചോദിച്ചത്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചത്. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് ഓടി, അങ്ങനെയാണ് ഈ പൗലോസ് പറഞ്ഞത്, ആ പുറകിലെ വഴി കൂടെ ഓടിക്കോ ഞങ്ങൾ ഇവിടെ, അങ്ങനെയല്ല പറഞ്ഞത്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നീയും കുടുംബവും രക്ഷപ്പെടൂന്നല്ല, രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ വേണോ, അവനവൻ പ്രാപിക്കണം. എൻ്റെ സുവിശേഷം സുലഭമായി തരും. നിന്റെ വീട്ടിൽ ഉപദേശിയെ പറഞ്ഞയക്കും, നിന്നെ അവരുടെ കൂടെ നടത്തും, അവരെ നിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പ്രാപിക്കണോ വേണ്ടയോ എന്ന് അവനവൻ തീരുമാനിക്കണം. രക്ഷ പ്രാപിക്കണം. രണ്ടാമത്തത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ പൗലോസ് ഉൾപ്രദേശങ്ങൾക്കിട്ട് സഞ്ചരിച്ച് എഫേസോസിലെത്തി 12 പേരെ കണ്ടു. അവരോട് ചോദ്യം ചോദിച്ചു, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്നല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പരിശുദ്ധാത്മാവ് വേണോ? ആരും കൊണ്ടൊന്ന് കീശയിലിട്ടൊന്നും തരികയില്ല. ഇതിനകത്തിരിക്കുമ്പോൾ കണ്ണടച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി നീ അതിനെ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടും. ഞാൻ ഞങ്ങളുടെ സഭ, വെണ്ണിക്കുളത്തെ സഭയിൽ പറയാറുണ്ട്, ഇവിടെ മാതൃഭാഷയിൽ സ്തോത്രം പറയാത്തവന് ഇനി അന്യഭാഷയും കൂടി കിട്ടിയിട്ട് വലിയ കഥയുണ്ടോ? മാതൃഭാഷയിൽ ദൈവത്തിന് മഹത്വം പറയാത്തവർ ഇനി മറ്റേതും കൂടി കൊടുക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. നീ നിന്റെ ഭാഷയിൽ നിന്റെ കഴിവിന്റെ പരമാവധി വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നോക്ക്. അപ്പൊ നിനക്ക് തോന്നും നിന്റെ ഭാഷ മതിയാകുന്നില്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കൽ പൗർവിഷനെ പ്രസംഗിച്ചു. നിങ്ങൾ ആരെങ്കിലും കേട്ടോന്നറിയില്ല. സങ്കീർത്തനം മിക്കവാറും ഞാനാണ് ഈ ഒന്നിടപെട്ട ഞാൻ സങ്കീർത്തനം വരുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം സങ്കീർത്തനം പ്രസംഗിച്ചപ്പോൾ ജീവഭാഷ സ്തോത്രം ഹല്ലേലൂയ അവിടെ എഴുതി വാദിത്രങ്ങളോടൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം. അപ്പം അന്നിരുന്ന് ധ്യാനിക്കുക രാത്രി. ഇപ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഓരോന്ന് പറയുക. അന്നേരം പറഞ്ഞതെന്നറിയാം, സ്തോത്രം പറഞ്ഞത്, നമുക്ക് തോന്നുവാണ് നമ്മുടെ ഭാഷ എൻ്റെ ദൈവത്തിന് മഹത്വം എന്ന് ഞാൻ എൻ്റെ ശബ്ദവും ശക്തി മുഴുവൻ എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് തൃപ്തിയാകുന്നില്ല. എനിക്ക്
തൃപ്തിയാകുന്നില്ലെങ്കിൽ നീ ഒരു കിലുക്കുന്ന സാധനം മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കൊട്ടുന്ന സാധനം മേടിച്ചാൽ മതി. എന്തിനാ കൊട്ടുന്ന സാധനം കൂടി പാട്ട് പാടിപ്പോൾ കയറ്റി വെച്ചേ? എൻ്റെ ശബ്ദം മുഴുവൻ എടുത്തിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിച്ചിട്ടും എനിക്ക് തൃപ്തിയാകാതെ വന്നത് കൊണ്ടാ ഒരു കൊട്ടുന്ന സാധനം കൂടി മേടിച്ചേ. അല്ലാതെ എനിക്ക് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തമ്പേറ് മേടിച്ചതല്ല. തമ്പേറ് കൊട്ടുന്നവർ ശ്രദ്ധിക്കുക, നിനക്ക് പാടാതിരിക്കാൻ വേണ്ടി മേടിച്ച എന്ന സൂത്രം അല്ലാതെ. നീ പാടിയിട്ട് നിന്റെ ശബ്ദം കൊണ്ട് നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് മതിയാകുന്നില്ല, ഇല്ലേ? ഇപ്പൊ നമ്മൾക്ക് കലി കയറും, ചിലപ്പോൾ ദേഷ്യം കയറും. വീട്ടിലാണെങ്കിൽ അമ്മമാരോട് പറയാം, ഇവരോട് പറഞ്ഞാൽ വലിയ സീരിയസ് കാര്യം പറയാണ്ട് വരും. നമ്മൾ ധൃതി പിടിച്ച് ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ടെൻഷൻ ഇതെല്ലാം നോക്കുന്നിടയ്ക്ക് സ്വത്രം ചിലപ്പോൾ ചെറുക്കനെ സ്കൂളിൽ വിടണം, ഇവനങ്ങ് ബഹളം വയ്ക്കാൻ തുടങ്ങുക. നമ്മളവനെ ദേഷ്യം വന്നിട്ട് അവനെ നമ്മുടെ കൈ കൊണ്ടൊരു തല്ല് തല്ലി, അപ്പം പിന്നെ ഇരട്ടി വില്ലിക്കുക. അപ്പം നമുക്ക് കൈ കൊണ്ട് തല്ലിയിട്ട് കലി തീരാതെ വന്നപ്പോഴാ അവനെ തവിക്കൊരു തല്ല് തല്ലി, അല്ലേ? ഇപ്പൊ ഒരു മനുഷ്യനെ നമ്മൾ കലി കയറി ഇടിക്കുക, നമ്മുടെ കൈ ചുരുട്ടി അവനെ ഇടിച്ചിട്ട് നമ്മുടെ കോപം തീരാതെ വന്നപ്പോഴാണ് അടുത്ത് കിടന്ന കരിങ്കലെടുത്തിടിച്ചത്. നമ്മുടെ കൈ കൊണ്ടിടിച്ചപ്പോ കോപം തീർന്നായിരുന്നെങ്കിലോ നമ്മുടെ ചായം പരിപ്പടയും കുടിച്ചിട്ട് വീട്ടിൽ പോയനെ. കലി തീരാതെ വന്നപ്പോഴാണ് നമ്മുടെ അടുത്ത് കിടന്ന കല്ല് തപ്പിയത്. അങ്ങനെയല്ലേ? നമ്മുടെ ആ വന്ന വികാരം തീരുന്നില്ല, ആ സന്തോഷ പ്രകടനം തീരാതെ വന്നപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. നീ നിന്റെ ഭാഷയിൽ നീ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിട്ട് നിനക്ക് മതിയാകാതെ വരുമ്പോൾ ആത്മാവിന്റെ ഭാഷ കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. മൂന്നാമത്തത്, ഈ മാർഗത്തിൽ നിന്നു പോകണമെങ്കിൽ ദൈവകൃപ വേണം. എബ്രായ ലേഖനം 4:16 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന്, കൃപ ലഭിക്കേണ്ടതിനല്ല, കൃപ പ്രാപിക്കേണ്ടതിന്. അപ്പൊ കൃപ വേണോ? തിരുവനന്തപുരത്തെ എല്ലാ ഉപദേശിമാരുടെയും വീട്ടിൽ കൂടെ കയറി ഇറങ്ങി കിട്ടും. അതിന് ചെയ്യേണ്ടത് ആദ്യം തീരുമാനിക്കണം. നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഇവിടുത്തെ പോയിരുന്നത് അവിടെ ചെന്നാൽ കൃപയുണ്ടോ? നമുക്ക് അവിടെ കൃപ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് പ്രാപിക്കണം. വെറുതെ കിട്ടത്തില്ല, അതുള്ളിടത്ത് ചെന്നാലേ കിട്ടത്തുള്ളൂ. അത് ഇരുന്ന് അങ്ങ് പ്രാപിക്കണം. ഇനി അതിനപ്പുറത്തേക്ക് പലതും ഉണ്ട്. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ചില വാക്കുകൾ, നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഇത്രയും. ഈ ചിലർ കേട്ടിട്ടുണ്ട്, സർക്കാർ ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി, നമ്മൾ പലരും അറിയുന്നില്ല ഇങ്ങനെയൊക്കെ പല ആനുകൂല്യങ്ങളുണ്ട് എന്നതുപോലെ ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളീ പലരും 23-ാം സങ്കീർത്തനത്തിൽ അങ്ങ് ഒതുങ്ങും. ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാപിക്കുന്നതിനകത്ത്. അത് തിമോത്തിയോസിൻ്റെ ലേഖനമാണ്. 2 തിമോത്തിയോസ് 3:16. 2 തിമോത്തിയോസ് 3:16 ഒന്ന് വായിച്ചു നോക്കാമോ? 2 തിമോത്തി 3:16. സകല സൽപ്രവർത്തിക്കും അവിടെ ഒരു പ്രാപിക്കൽ കണ്ടോ? പരിശുദ്ധാത്മാവ്, കൃപ, രക്ഷ, നിത്യജീവനൊക്കെ പിടി കിട്ടിയത്. ഇപ്പൊ ഈ കിടക്കുന്ന സാധനം കണ്ടോ? എന്താ പറഞ്ഞത്? സൽപ്രവർത്തിക്കുള്ള വക അത് പ്രാപിക്കണം. സൽപ്രവർത്തിക്കുള്ള വക പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ പറയുന്ന സൽപ്രവൃത്തി എന്തായിരിക്കും? നമുക്ക് തോന്നുവാണ് സൽപ്രവർത്തിക്ക് എന്താ, കുറച്ച് സൽപ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സൽപ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പടവ് ശ്രോത്രം. അങ്ങനെയാണ്. ഇപ്പം ഈ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, 4-5 അങ്ങ് തൂത്തുവാരി കടലാസും കരിയിലയും കൂടി കൊണ്ട് കത്തിക്കാം. നല്ല സൽപ്രവൃത്തിയാണ്. അത് നീ ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ കോർപ്പറേഷൻകാർ ചെയ്തോളൂ. അതിപ്പോൾ ഇവിടുത്തെ സഭയിൽ നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ട് പോയി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ
കർത്താവ് ഉദ്ദേശിച്ചാകുന്നതല്ല, ഒരു സൽപ്രവൃത്തി. എന്താണ് സൽപ്രവൃത്തി? നമ്മൾ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ദൈവമേ, പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളെ ബാംഗ്ലൂർ വിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കണം എന്നാഗ്രഹിച്ചു. നല്ലതാണ്. ചിലരെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മളിൽ പലരും പറഞ്ഞു, എൻ്റെ പൊന്ന് ദൈവദാസനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്താനെ. പറഞ്ഞിട്ടില്ല, ആ മുഖം കണ്ടാൽ അറിയാം. എൻ്റെ കയ്യിലുണ്ടായി. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? ഉണ്ടെങ്കിൽ പറയുകയല്ല, ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. ഉണ്ടെങ്കിൽ എന്ത് പറയല്ല, പറയല്ല, ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്ന് പാസ്റ്ററെ, എന്തോരം പേര് കാശുള്ളവരുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കൊച്ചിന് കൊടുത്തേനെ. അങ്ങനെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക്, എങ്ങനെ പറയുന്നവരുടെ, എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കൊടുത്തവരുടെ ശ്രദ്ധയ്ക്ക് കർത്താവ് പറഞ്ഞ കേട്ടോ, 2 കൊച്ചുങ്ങളെ ബാംഗ്ലൂർ വിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കണം. എന്നാ വേണം? ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്കൊരു 10 ലക്ഷം രൂപയുടെ ചിലവുണ്ടാവും ഒരു കൊച്ചിനെ പഠിപ്പിക്കണമെങ്കിൽ. കാശില്ലാതെ പഠിപ്പിക്കുകയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സഭയോട് പറഞ്ഞിരിക്കുന്നു, കർത്തൃദാസനോട് പറഞ്ഞിരിക്കുക. തിമോത്തിയോസിന്റെ ലേഖനം പാസ്റ്റർ എപ്പിസ്റ്റലാണ് എന്ന് പറഞ്ഞ ഇടയലേഖനമാണ്. ആ ഇടയലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എടാ തിമോത്തിയോസേ, പ്രസംഗിച്ച് മാത്രം നടക്കരുത്. ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ തീർത്തും തകർന്ന ചിലരെ കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറയരുത്. അതെപ്പോഴും ഈ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക്, അതായത് ഇടയ ശുശ്രൂഷയാണ് ഏറ്റവും കൂടുതൽ ബേർഡൻ, ഭാരമുള്ളത്. പാസ്റ്റർ ആദ്യം പറഞ്ഞില്ലേ, യശോത്ര ഒരു പാസ്റ്റർ മിനിസ്ട്രി ആഗ്രഹിച്ചതല്ല, നല്ല കാര്യമായിരുന്നു മറ്റേത്. ഏത്? രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വിസ എടുത്ത് പോയി പ്രസംഗിക്കുക, ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് അടുത്ത വണ്ടിക്ക് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ കയറി പോവുക, ആരുമായിട്ട് ബന്ധമൊന്നുമില്ല, പ്രസംഗം കഴിഞ്ഞ് വിട്ടുപോയാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു സഭയുടെ പാസ്റ്ററായി നിൽക്കുമ്പോൾ കണ്ണീരോടെയും കരച്ചിലോടെയും ആൾക്കാർ വരും, പാസ്റ്ററെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയല്ല, ഞങ്ങളുടെ തകർച്ച കാണാനിരിക്കുക, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനെ തന്നെ വരണമെന്ന് ഓർത്തിരിക്കുക. കൊച്ചിൻ്റെ പരീക്ഷ കഴിഞ്ഞു, ചായം കുടിച്ച് നടക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല, അഡ്മിഷൻ എടുത്തിന് ഇവിടെ കരച്ചില്ല. ആ ഭാരം വന്ന് വീഴുന്നത് ഇടയൻ്റെ മേലാ. തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ, ജനങ്ങളുടെ ഫീലിംഗ് മനസ്സിലാക്കുമ്പോൾ നിനക്ക് പലരെയും സഹായിക്കേണ്ടി വരും. അതിൻ്റെ പേരാ സൽപ്രവൃത്തി. അപ്പൊ നീ എന്ത് ചെയ്യണം? സൽപ്രവൃത്തിക്ക് ബാംഗ്ലൂർ ആരും തിരുവനന്തപുരത്ത് പാസ്റ്ററുടെ സഭയിലെ വിശ്വാസി എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു വിട്ടാലൊന്നും അവിടെ ഒന്നും അഡ്മിഷൻ കിട്ടത്തില്ല, കാശ് കൊടുത്തു വിടണം. എന്ത് ചെയ്യണം? അതിന് അവിടെ എഴുതിയിരിക്കുക, നീ ഒരു കാര്യം ചെയ്യണം, നല്ല ലോട്ടറി ടിക്കറ്റ് പോലത്തെ സ്തോത്രം, കുറേ എന്താ അതിന് പറയുക, പിരിക്കാനുള്ള കുറ്റിയില്ലേ, കുറ്റി എന്നാണ് പറയുക, റെസിപ്റ്റ് അല്ലേ, അങ്ങനെ 1 തരം. അമ്മച്ചിക്ക് അറിയാതെ കറക്റ്റ് സാധനത്തിൻ്റെ പേര്. സ്തോത്രം, എന്നെ സഹായിച്ചാൽ പ്രത്യേകം നന്ദി. റെസിപ്റ്റ്, അതിങ്ങനെ നല്ല ലോട്ടറി ടിക്കറ്റ് പോലെ 1000-ൻ്റെ 2000-ൻ്റെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ട് അയച്ചു കൊടുക്കണം, ഞങ്ങളുടെ സഭയിൽ പാവപ്പെട്ടവർക്ക് വേണമെന്നാണ്. അങ്ങനെയാണോ പഠിപ്പിച്ചേ? അല്ല. അവിടെ എഴുതിയിരിക്കുന്നു, നീ സൽപ്രവൃത്തിക്കുള്ള വക. ആ വക എന്ന് പറഞ്ഞാൽ എന്താ? ചില്ലറയാണ് ഈ വക എന്ന് പറയുന്നത്. വകയില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ചെയ്യാത്ത. ആ വക നീ പ്രാപിക്കണം. പ്രാപിക്കുക എന്നുള്ള വാക്ക് വന്നാൽ എവിടെന്നാ പ്രാപിക്കേണ്ടത്? പ്രാപിക്കേണ്ടത് സായിപ്പിന്റെ കയ്യിൽ നിന്നല്ല, പ്രാപിക്കേണ്ടത് സഭ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്നല്ല, കുമ്പനാട്ടുന്ന പുനരൂരുന്നല്ല, ഈ സഭയിലെ ഗൾഫിലുള്ള വിശ്വാസികളെ നിന്നല്ല. പിന്നെ എവിടെന്നാ പ്രാപിക്കണ്ടേ? ദൈവം തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പുരാതന സമ്പത്തുള്ളവനാണ്. ദൈവത്തെക്കുറിച്ച് വായിച്ചോളൂ, ഞാൻ പുരാതന എന്ന് പറഞ്ഞാൽ പുരാതന. ഈ വാക്കുകൾ പഠിക്കണം ബൈബിളിൽ, അന്നേരമാണ് നമ്മൾ വണ്ടടിച്ചു പോകുന്നത്. പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ പറയും പുത്തൻ പണക്കാര്, കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരംകാർ ഒന്നും കേട്ടിട്ടില്ല. എന്താ ചെയ്യാൻ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തിരുവല്ലയിലുവാ. ഞാൻ നാട്ടിൽ പറയും പുള്ളി പുത്തൻ പണക്കാരനാന്ന് പറഞ്ഞാൽ എന്നിട്ട് കൂട്ടി പറയും, ഇല്ല അപ്പം ഞങ്ങളുടെ വീട്ടിൽ കാളയെ നോക്കാൻ നടന്നു, ഇപ്പം അവൻ എങ്ങാണ്ടും കിളവി പോയപ്പോൾ 4 കാശ് കണ്ടേ എന്ന് പറഞ്ഞാൽ കൊച്ചൻ ഇപ്പോൾ ഓസ്ട്രേലിയ പോയി നേഴ്സ് പെണ്ണിനെ കെട്ടി. അങ്ങനെ അവൾ ആദ്യം പോയി, അവൻ പോയതിന് ശേഷമാണ് ഇങ്ങേര്
കൈരിമുണ്ടെടുത്ത് നടന്നവനിപ്പോൾ ബെർമൂട ഇട്ടേ വരുവുള്ളൂ കപ്പ മേടിക്കാൻ. ഏത് അപ്പൻ്റെ കാര്യം പറഞ്ഞ ചെറുക്കൻ അവിടെ ബെർമൂട ഇടുന്നുണ്ടെന്ന് പോലും അറിയാല. അപ്പോ നീ അവരെ വിളിക്കുന്ന പേരാണ്. ആ വരവ് കാണുമ്പോഴേക്കും മുറുക്കാൻകട എന്നുകൊണ്ട് പറയും പുത്തൻകൂറ്റുകാരൻ. കാരണം എന്താ, കാളയെ നോക്കി നടന്നവൻ്റെ ചെറുക്കൻ ഓസ്ട്രേലിയ പോയപ്പോഴത്തേക്ക് ഇപ്പം അവൻ പെർഫ്യൂം അടിച്ചേ നടക്കത്തുള്ളൂ, ബുൾഗാനെ വെക്കത്തുള്ളൂ. സ്തോത്രം, മനസ്സിലായോ? അപ്പൊ അവരെ വിളിക്കുന്ന പേരാ പുത്തൻ പണക്കാര്. എന്നാൽ ദൈവം തമ്പുരാൻ പറയുന്നു, ഞായറാഴ്ച സ്വോത്രകാഴ്ച വന്നതിന് ശേഷം ആവശ്യക്കാർക്ക് പിരിവ് കൊടുക്കാൻ അല്ല പറഞ്ഞത്. നീ ഒന്നും സ്വോത്രകാഴ്ച ഇട്ടില്ലെങ്കിലും ഞാൻ പുരാതന സമ്പത്തുള്ളവനാണ് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ എടുക്കാത്ത പണം. പണ്ട് മുതൽ കാശ് അടുക്കി വെച്ചിരിക്കുക, എടുക്കുന്നില്ല, പൂത്ത പണം. അപ്പൊ ഞാൻ ദൈവത്തോടൊക്കെ ചോദിച്ചു, എൻ്റെ പൊന്ന് ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അപ്പനല്ലേ? അപ്പൻ്റെ കയ്യിൽ എടുക്കാത്ത പൂത്ത പണം ഇരിക്കുമ്പോൾ ഞങ്ങളൊരു സെല്ല് മേടിക്കാൻ വേണ്ടി 5 കൊല്ലമായി പിരിവെടുക്കുന്നു. അത് നീതിയാണോ? ഏതാ? പുരാതന സമ്പത്ത് കയ്യിൽ വെച്ചിട്ട് മക്കള് ഒരു ശവക്കോട്ട മേടിക്കാൻ, ശവടക്കാൻ വേണ്ടി സെല്ല് മേടിക്കാൻ വേണ്ടിയിട്ട് 5 കൊല്ലമായി 500 തന്നു, 100 തന്നു, കൂട്ടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിന് മനി വന്നു, അതിൽ നിന്ന് കുറച്ചെടുത്തു. അടക്കം നടക്കണമെങ്കിൽ ഇപ്പോഴും കാര്യം നടക്കുകയില്ല. കാരണം എന്താ? ഇപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എടാ കൃപാവരം ഞാൻ കണ്ണടച്ചു കൊടുക്കും, അതിനെക്കുറിച്ച് ഞാൻ അനുദപിക്കുകയില്ല. ശുശ്രൂഷയെ കൊടുക്കും, പക്ഷേ എൻ്റെ കാശ് ഞാൻ കണ്ണടച്ചു കൊടുക്കുകയില്ല. സ്തോത്രം. അത് വിശ്വസ്തരെ ഏൽപ്പിക്കുകയുള്ളൂ. ആ കാര്യത്തിനകത്ത് ഓർത്തോളണം, ദൈവം തമ്പുരാന്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട്. തിരുവനന്തപുരത്തെ മുഴുവൻ ആളുകളെയും, മുഴുവൻ പിള്ളേരെയും, ഇവിടെ 1 സെന്റ് ഭൂമിയിൽ കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്തോത്രം പഠിപ്പിക്കാനൊക്കെയുള്ള പുരാതന സമ്പത്ത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നീ ഒരാത്മഭാരമുള്ളവനായിട്ട് അവനിൽ നിന്ന് പ്രാപിക്കണം. സ്വർഗത്തിൽ നോട്ടടിക്കലില്ല, പക്ഷെ ദൈവം അതിൻ്റെ ഇടപാടുകൾ കറങ്ങി ചുറ്റി, രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും കയ്യിലൂടെ ആ വക നിന്റെ കയ്യിൽ എത്തിച്ചിരിക്കും ദൈവം. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഒരു സഭ നടത്തുന്നവനാണെങ്കിൽ, മനുഷ്യനെ പണിയുന്നവനാണെങ്കിൽ, മനുഷ്യന്റെ വിഷയം കൈകാര്യം ചെയ്യാനോ പ്ലാനെങ്കിൽ, നീ കൃപാവരം മാത്രം പ്രാപിച്ചാ പോരാ, ശുശ്രൂഷ മാത്രം പ്രാപിച്ചാ പോരാ. നീ ഈ സൽപ്രവർത്തിക്കുള്ള വക കൂടി പ്രാപിക്കണം. ദൈവസന്നിധി പോയിരുന്ന ഒറ്റയ്ക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ശരിയാവില്ല, ദൈവത്തെ കേൾക്കത്തുമില്ല. ഇത് കേട്ടിട്ടത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ വാക്യം കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പറയണം, അപ്പാ എന്നെ വിശ്വസ്തനെന്ന് ഞാൻ വക മാറ്റി ചെലവഴിക്കില്ല. ഒത്തിരി പേരെ എൻ്റെ മുമ്പിലൂടെ വരും, കരഞ്ഞിട്ടുണ്ട്, എൻ്റെ നിർവാഹമില്ല, പക്ഷെ ഞാൻ അതുകൊണ്ട് പേരെടുക്കത്തില്ല, മുതലെടുക്കത്തില്ല, അത് വേറെ ആർക്കും വേണ്ടി ചെലവാക്കത്തില്ല. അങ്ങനെ ഏൽപ്പിച്ചാൽ അതുകൊണ്ട് ഞാൻ പട്ടിക്കൂട് പണിയത്തില്ല, മതിലിന് പോളിഷ് അടിക്കത്തില്ല, 5 ജോഡി ഷൂ മേടിച്ച് ചുമ്മാ പൂത്ത് പെട്ടിക്കകത്ത് വെച്ചോണ്ടിരിക്കുകയല്ല. കാരണം ദൈവത്തിനറിയാം അതൊക്കെ തന്ന നീ ഒരു ചെരുപ്പ്, 1 ജോഡി ഷൂ തന്നെ കീറണമെങ്കിൽ എൻ്റെ അച്ഛ കൊല്ല എത്ര പിടിക്കണം. എനിക്ക് മനസാക്ഷി കുത്തുള്ള എൻ്റെ പേരിൽ കുത്തിക്കീറാൻ പറ്റിയല്ലോ, ഈ ഷൂ ഒന്ന് കീറിയിട്ട് വേണം ഒരു പുതിയ ഷൂ മേടിക്കാൻ, എന്നിട്ട് കീറുന്നുമില്ല. ഒരെണ്ണം ഇട്ടാൽ തന്നെ ഒരു 5-6 കൊല്ലം ഓടാം. അപ്പൊ 6 വെല്ലോന്റെ സ്വോത്ര കാഴ്ച കൊണ്ട് 6 മേടിച്ച് അലമാരിക്കീഴെ വെച്ചാൽ പിന്നെ നിനക്ക് വക തരുമോ ദൈവം? ഈ 6 90-ആം വയസ്സിൽ പോലും ഇട്ട് തീരുകയില്ല. അപ്പൊ സൂക്ഷിച്ചോണം, കർത്താവേ ഞാൻ വക മാറ്റി ചെലവഴിക്കില്ല. സ്തോത്രം. 10,000 രൂപ സൽപ്രവൃത്തിക്ക് കിട്ടി, 5,000 അവനും കൊടുത്തു, 5,000 ഞാൻ ഷൂ മേടിച്ചു. ഒറ്റ പ്രാവശ്യം കൊണ്ട് കർത്താവ് കണക്ക് വെട്ടും. സ്തോത്രം. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരിപ്പുണ്ട്, ഉള്ള കൃപ കൊണ്ടൊക്കെ പൊക്കോടാം, സൽപ്രവൃത്തി ഒന്നും വേണ്ട.
ഇതൊക്കെ വലിയ ചുറ്റിക്കളിയാ ദൈവമേ, ഒന്നും വേണ്ടെന്ന. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് വേറെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ട വരും. മനസ്സിലായോ? അപ്പൊ അവര് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. കാരണം ദൈവത്തിന് ഇവിടെ ഒരു സന്തുലനാവസ്ഥ നിലനിർത്തണം. സഭ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിക്കണം. സ്തോത്രം. ശുശ്രൂഷ പ്രാപിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, റോമാലേഖനം 1-ാം അധ്യായത്തിൽ, അതോടെ പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരിക. പുത്രത്വത്തിൽ തൊടാൻ പോലും പറ്റിയില്ല. അതൊരു ഭയങ്കര സംഭവമാണ്. എന്തുകൊണ്ടോ സ്തോത്രം ചുറ്റി നിന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരികയാണ് ഞാൻ. സ്തോത്രം. അത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ച. റോമാലേഖനം 1:6. ആ ആ ആ ആ നോക്കണേ. പൗലോസ് പറഞ്ഞു, ജാതികളുടെ ഇടയിൽ അവൻ്റെ നാമത്തിന് സകല ജാതിയുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തണം. യോഗം കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഭാഷ പറയും. എൻ്റെ ശൈലി പറയുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് വേറെ വിഷമിക്കുകയും ചെയ്യരുത്. ഞാൻ ആ രീതി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നിങ്ങൾ സ്ഥാപിക്കുക. ആ വാക്ക് കണ്ടോ, സ്ക്രീനിൽ കിടക്കുന്നുണ്ട്. വിശ്വാസത്തിന് ജാതികളുടെയും ഇടയിൽ. ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യഹൂദ മതത്തിന് വേണ്ടി ജാതികളുടെ അപ്പോസ്തലനായിരുന്നല്ലോ പൗലോസ്. അപ്പോൾ ജാതികളുടെ ഇടയിൽ ചെന്ന് പ്രസംഗിക്കുകയാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ രോഗം സൗഖ്യമാകും. യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പ്രസംഗിച്ച് 50 മിനിറ്റ് പ്രസംഗിച്ചതിന് ശേഷം പൗലോസ് എന്ന പ്രസംഗിയൻ അവസാനം എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞ് എഴുന്നേക്കാറായില്ല, ഇരിക്കേ സ്തോത്രം. ഇപ്പോഴല്ല, അതേപോലെ പ്രസംഗം ശ്രദ്ധിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പൗലോസിൻ്റെ പ്രസംഗം പറയുക. സ്തോത്രം. പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടെ വലങ്കരം ഉയർത്താം, ബാക്കിയുള്ളവരെല്ലാം കണ്ണടച്ച് നിൽക്കാം. കണ്ടിട്ടില്ലേ നിങ്ങളതൊന്നും? അപ്പോൾ ഒരു 6-7 പേര് കൈ ഉയർത്തി. പ്രസംഗികന് ഭയങ്കര സന്തോഷമായി. ബിരിയാണി കിട്ടിയ പോലെയായി. സംഘാടകർക്കും ഇഷ്ടമായി. കാരണം 5-6 പേര് കൈ ഉയർത്തി. കൈ ഉയർത്തിയ പറ്റിയെന്ന് മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ പൗലോസ് പറയുന്നു, കൈ ഉയർത്തി വിശ്വസിപ്പിച്ചാൽ പോരാ, വിശ്വസിച്ചവരിൽ അനുസരണം വരുത്തണം. അതിനാ പാട്. അവിടെയാ ശുശ്രൂഷ തീരുവുള്ളൂ. കൈ ഉയർത്തിയിട്ട് പോയാൽ തീരുകയില്ല. വിശ്വസിച്ചവരെ അനുസരണത്തിലേക്ക് സ്നാനപ്പെടാൻ തീരുമാനിച്ച് കൈ ഉയർത്താൻ പറഞ്ഞ് കൈ ഉയർത്തി. അവനിപ്പോ 7-ാമത്തെ പ്രാവശ്യം കൈ ഉയർത്തുന്നത്. പക്ഷെ അനുസരിക്കുകയല്ല. അപ്പൊ അനുസരണം വരുത്തുക എന്നൊരു പരിപാടി. എന്ത് വിശ്വസിക്കുന്നോ അത് അനുസരണം വരുത്തണം. അനുസരിക്കാതിരിക്കാൻ പൈശാചിക ശക്തികൾ ഇവനെ വട്ടം ചുറ്റി നിൽക്കുക. ഇവിടെ വെച്ച് ആത്മതലമുള്ള എൻ്റെ കൈ ഉയർത്തി. പക്ഷെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പിന്നെ അവനെ മറ്റേ ശക്തി ആവഹിക്കുമ്പോൾ പേടിയമേ വേണ്ട. അപ്പോൾ ഈ ശുശ്രൂഷകനായിരിക്കുന്ന പൗലോസിൻ്റെ അകത്ത് ദൈവാത്മാവ് പറഞ്ഞു, കൈ ഉയർത്തി വിട്ടാൽ പോരാ, അനുസരിക്കണം, അനുസരണം വരുത്തണം. അതിനെന്ത് വേണം? അതിനവിടെ എഴുതിയിരിക്കുന്നു, കൃപയും അപ്പോസ്തോലത്വവും വേണം. അപ്പോസ്തോലത്വം എന്ന് പറഞ്ഞാൽ അതൊരു ശുശ്രൂഷയുടെ അധികാരമാണ്. അത് ചുമ്മാ കിട്ടിയതല്ല, പ്രാപിച്ചതാണ്. പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. ബൈബിളിൽ 3 തരത്തിൽ അപ്പോസ്തോലത്വത്തെ കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന്, ഭാഗ്യം കൊണ്ട് യേശു പുറകെ വന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ, വല നന്നാക്കിക്കൊണ്ടിരുന്ന യാക്കോബിനെ, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയെ, ഇവരെയെല്ലാം ഒരു ചെലവുമില്ലാതെ യേശു എന്നിട്ട് വിളിച്ചു, വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന അപ്പോസ്തലന്മാരാക്കി. ശരിയല്ലേ ഞാൻ പറയുന്നേ? വിളിച്ചോണ്ട് വന്ന അപ്പോസ്തലൻ, ഒന്നും ചെലവില്ല. വാ മീൻ പിടുത്തം നിർത്ത്, വാ. വിളിച്ചു, വന്നു, അപ്പോസ്തലന്മാരായി. കർത്താവ് ഒരു ദിവസം സുവിശേഷത്തിലുണ്ട്, എഴുന്നേറ്റ് നിന്നിട്ട് പറയുക ചെയ്തത്, 12 അപ്പോസ്തലന്മാരുടെ ഈ നിൽക്കുന്ന പേരത്, 1-ാമൻ പത്രോസ്, 3 ഇങ്ങനെ 12 പേരെ പേര് പറഞ്ഞു. അന്ന് മുതൽ അവരാരായി? ഒരു ചെലവുമില്ല, അപ്പോസ്തലന്മാരായി. ഒന്ന്. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഒരാളുണ്ട്, മത്തിയാസ്. അയാൾക്ക് ഞറക്ക് വീണതാ. അയാളൊന്നും ചെയ്തു. ഒരു യോഗത്തിന് വന്നിരുന്നു, കുലുക്കി കുത്തി ദേ കിടക്കുന്നു. അയാൾ അപ്പോസ്തലൻ, ലോട്ടറി അടിച്ചെന്ന് പറയാം.
അന്നേ ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പിന്നെ പുള്ളി എവിടെ പോയി ഞാൻ കണ്ടിട്ടില്ല. 1-ാം അധ്യായത്തിലേ കണ്ടിട്ടുള്ളൂ. ഞറക്ക് വീണ അപ്പോസ്തലനായവൻ അവിടെയുള്ള അവിടെ കാണാം, പിന്നെ കാണുകയില്ല. അന്ന് സ്വീകരണത്തിനുണ്ടായിരുന്നു, പിന്നെ എങ്ങോട്ട് പോയി എന്നറിയുകയില്ല. മത്യാസ് പിണങ്ങാതിരിക്കട്ടെ. എന്നാൽ മൂന്നാമത് പൗലോസിനെ പോലെ അവര് ഞറക്കും വീണതല്ല, ലോട്ടറി അടിച്ചതല്ല, കുത്തിയിരുന്ന് പ്രാപിച്ചതാണ്. അയാൾ പറയുന്നു, ഞാൻ അപ്പോസ്തലനായത് ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടില്ല, എന്നെ ആരും ഞറക്കിട്ടെടുത്തതുമല്ല, ഞാൻ പ്രാപിച്ചതാണ് അപ്പോസ്തലത്വം. ശുശ്രൂഷയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ അധികാരം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കിട്ടിയാലുള്ള ഗുണം എനിക്ക് മനസ്സിലായി. ജാതികളുടെ ഇടയിൽ ഒരു ഉഴുതുമറയ്ക്കലല്ല, അവരെ കൊണ്ട് വിശ്വാസത്തിലേക്ക് വരുത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രസംഗിക്കുന്നത് അവരനുസരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് എൻ്റെ ജുബ്ബയുടെ നീളം കൂട്ടിയാൽ പറ്റിയല്ല. അതിന് ഞാൻ അപ്പോസ്തലത്വം പ്രാപിക്കണം. അത് മനസ്സിലാക്കിയ മനുഷ്യൻ അറേബ്യൻ മരുഭൂമിയിൽ പോയി കർത്താവിന്റെ കാൽക്കൽ വീണ് എന്നെ അതിന് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ID കാർഡും തന്ന് വിടരുത്. എനിക്കതിന്റെ അധികാരം പ്രാപിക്കണം. അത് പ്രാപിച്ചെടുത്തു. ഞാൻ നിർത്തുക. പുത്രത്വം സ്തോത്രം തൊട്ടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ കയറി ഇറങ്ങണം വാക്യങ്ങളിലൂടെ. അതിവിടെ നിർത്താൻ ഞാൻ സ്തോത്രം. പക്ഷേ എനിക്ക് സങ്കടമില്ല. കാരണം ഇത് ഇന്നിവിടെ വന്നവരുടെ ലെവൽ അറിഞ്ഞ ദൈവം ഇടപെട്ടിട്ടുണ്ട്. സ്തോത്രം. അത് ഇതിനകത്ത് പ്രാപിക്കാനുള്ളത് പ്രാപിച്ചാൽ നിങ്ങൾ 26-ാം തീയതിക്ക് ശേഷം ഞാൻ രാവിലെ മുതൽ പറയും, അല്ല ദൈവം പറഞ്ഞതുപോലെ നിങ്ങളൊരു വിശേഷതയുള്ളവരാകും. യേശുക്രിസ്തു അടുത്ത് നിന്നാൽ പോലും നിങ്ങൾ കേട്ടോളണം, വെറുതെ കിട്ടുമെന്ന് വിചാരിക്കരുത്. എരിഹോവിൽ നിന്ന കുരുടനെ കുറിച്ച് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ലൂക്കോസാണ് വകഞ്ഞ് ചകഞ്ഞ് അന്വേഷിച്ചെഴുതിയത്. ലൂക്കോസ് എഴുതിയ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം റെഫറൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സ്തോത്രം ആ എഴുത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിന് 41-42 സ്ക്രീനിൽ വേണമെങ്കിൽ ഇട്ടേരെ, വായിക്കണ്ട. സ്തോത്രം 18-40-42 ആ വാക്യത്തിന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവനോട് ചോദിച്ചു, അലറിക്കറിയ. യേശു വന്ന് മുമ്പിൽ നിൽക്കുക. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? കിടക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. അടുത്ത വാക്യം, യേശു അവനോട് എന്താ എഴുതിയിരിക്കുന്നത്? അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശുദേ വന്ന മുമ്പിൽ നിൽക്കുക. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കണ്ണില്ലാത്ത കുരുടൻ. അവൻ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ അമ്മയെ കണ്ടിട്ടില്ല. ഞാനിവിടെ നിന്ന് കരയും, പ്രകൃതി എന്താന്ന് കണ്ടിട്ടില്ല. അങ്ങ് സൃഷ്ടാവല്ലേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞ വഴി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു? അല്ല. യേശു പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ പ്രാപിച്ചു. നിനക്ക് വേണമെങ്കിൽ പ്രാപിച്ചാൽ അതേ കൈയ്യ് നീട്ടിക്കാൻ തരാന്ന് പറഞ്ഞല്ല, തലയും കാണിക്ക് തരാന്ന് പറയുകയല്ലേ ചെയ്തത്. യേശു അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ചേറുപുരട്ടി ചെളി ഉണ്ടാക്കി കണ്ടില്ല. പക്ഷെ ഇവിടത്തെ കേസ് നോക്ക്, ഇതിനെല്ലാം വ്യത്യസ്ത ആംഗിളാണ്. ഇവിടെ പറയുന്നു, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, നീ എന്നിൽ നിന്നങ്ങ് പ്രാപിച്ചു. ഞാൻ കാഴ്ചയുടെ കേന്ദ്രമാണ്, പവറാണ് ഞാൻ, നീ അങ്ങ് പ്രാപിച്ചു. ഇന്ന് ഞാനിവിടെ അവസാനിപ്പിച്ച് പറയാം, എല്ലാ യോഗത്തിലും അവനിവിടെ വരും. എരിഹോവിൽ അവൻ്റെ മുമ്പിൽ നിന്നവൻ. ഇന്ന് രാത്രി വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. നാളെ രാവിലെ യോഗത്തിന് വരണം. അനുഗ്രഹീതനായി കർത്തൃദാസനെ നാളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്നത്. അദ്ദേഹത്തെ നോക്കി വരരുത്. യോഗം ഇവിടെ നടക്കുന്നതിനിടയിൽ നീ പറ്റുമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്ന് മുട്ടുകുത്തിയിട്ട്, ഇവിടെ ഭയങ്കര ആരാധന നടക്കുമ്പോൾ മുട്ടുകുത്തിയിട്ട് പറയണം, എൻ്റെ മുമ്പിൽ അങ്ങ് നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ചിലത് പ്രാപിക്കണം, എനിക്ക് ചിലത് പ്രാപിക്കണം, എനിക്ക് സമാധാനം പ്രാപിക്കണം, എനിക്ക് സ്വസ്ഥത പ്രാപിക്കണം, എനിക്ക് ചില ശുശ്രൂഷ പ്രാപിക്കണം. എനിക്ക് ദൈവമേ എൻ്റെ വീടിനെ നേടാൻ വേണ്ടിയിട്ടുള്ള പൗലോസ് പ്രാപിച്ചതുപോലെ അവരെ അനുസരിപ്പിക്കാനുള്ള അപ്പോസ്തലത്വം, അതിന്റെ കൃപ
തിരുവനന്തപുരം പട്ടണത്തിൽ ഉണർവുണ്ടാകാൻ, ആയിരക്കണക്കിന് ആത്മാക്കൾ ഉണ്ടാകാൻ, അവരെ ഒന്നിച്ചു കൂട്ടാനുള്ള പരസ്യ സ്ഥലങ്ങൾ ഉണ്ടാകാൻ, അതിനുള്ള വക എനിക്ക് പ്രാപിക്കണം. ഞാൻ ആരോടും ചോദിക്കുകയില്ല. ഞാൻ സ്വർഗത്തിലെ അപ്പന്റെ മോനാണ്. അങ്ങ് സ്ത്രീ ഭണ്ഡാരത്തിൽ പണം സൂക്ഷിക്കുന്നവനാണ്. അങ്ങയുടെ കയ്യിലുണ്ട്. ഞാൻ വിശ്വസ്തരായിരുന്നോളോ, എനിക്കത് പ്രാപിക്കണം ഈ ഉപവാസത്തിൽ. അത് പ്രാപിക്കാൻ തയ്യാറായാൽ സ്വർഗം നിറയ്ക്കും. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. കണ്ണുകൾ അടച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഈ സഭയിൽ വന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരുപാട് പ്രാപിക്കാനുള്ള വക ഇതിനകത്തുണ്ട്. ഒത്തിരി പ്രാപിക്കാൻ. വന്ന് കണ്ടു കേട്ടു പോകരുത്. ഒത്തിരി പ്രാപിക്കാൻ. അതിൻ്റെ വക ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. ഇത് മനസ്സിൽ കരുതണം. നിനക്ക് ഭയങ്കര കാര്യങ്ങൾ ഈ പട്ടണത്തിൽ ചെയ്യാനുണ്ട്. വെറുമൊരു സഭയായിരിക്കരുത്, വെറുമൊരു വിശ്വാസിയായിരിക്കരുത്, വെറുമൊരു പാസ്റ്ററായിരിക്കരുത്. ഭയങ്കര കാര്യങ്ങൾ. നീ ആരോടും ചോദിക്കണ്ട. നീ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്റെ കയ്യിൽ തരും. ഒത്തിരി പേര് നിന്റെ പാഴ്സനേജിന്റെ വടിക്ക് വരും. ആരെയും തള്ളിവിടരുത്. കയ്പിന്റെ വാക്ക് പറഞ്ഞു വിടരുത്. മുറിച്ചു വിടരുത്. നീ പതുക്കെ തുടങ്ങിക്കോ. എടുക്കും തോറും നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. എന്നോട് ദൈവം പറയുന്നു, എടുക്കും തോറും. ഏലിയാവിന്റെ കാലത്ത് വിധവയുടെ ഭരണിയിലെ എണ്ണ പോലെ എടുക്കും തോറും നിറയ്ക്കുന്ന ഒരുവനുണ്ട്. അവൻ ഇന്നിവിടെ ഓപ്പൺ ചെയ്യുക ഉറവകൾ. വിശ്വസ്തനെന്ന് എണ്ണിയാൽ നീ രക്ഷപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകാം. ബാക്കിയെല്ലാം ദൈവം ചെയ്യും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവിടെ വന്ന ജനത്തെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് പ്രാപിച്ച് ജയം നേടാനുണ്ട്. അത് ദൈവം നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയൻ ആദ്യമായിട്ട് ഇനി സഭയിൽ ശുശ്രൂഷിക്കുന്നത്. അടിയൻ പറഞ്ഞതെല്ലാം ഇവിടെ വിതച്ചിട്ട് പോവുക. ഈ സഭ ഇതുപോലെ ഇവിടെ വളരട്ടെ. ഓരോ സഭയ്ക്കും ഓരോ പാറ്റേൺ ഉണ്ടല്ലോ. ഇതിൻ്റെ പാറ്റേൺ ഇതായിരിക്കട്ടെ. ദൈവം അത് ചെയ്യണം. വരുന്ന ജനം തൃപ്തരാകണം. എൻ്റെ ദാസൻ്റെ കയ്യിൽ ഒരുപാട് നന്മകൾ കൊടുക്കണം. അപ്പോസ്തലത്വം കൊടുക്കണം. അതെല്ലാം പ്രാപിച്ചെടുക്കാൻ വ്യത്യസ്ത സാഹചര്യം കൊടുക്കണം. ഇവിടെ വന്ന ജനത്തെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കണം. ഇവർക്ക് നേരെ കരം നീട്ടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരമടിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തോട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ചെയ്യുവാൻ.